അതിന്റെ പേര് ചികിത്സാ വകുപ്പ് എന്നിടൂ, അല്ലെങ്കിൽ രോഗവകുപ്പ് എന്നിടൂ. ഇത് ഈ ആളെ പറ്റിക്കാന്നുള്ള എന്ന പരിപാടിയാണ് ഇപ്പൊ ഇത് നടത്തണം. അതായത് നമ്മളെ ഇവിടെയുള്ളതിന്റെ 79 ഇരട്ടി ഊർജം ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിന്റെ 1% കിട്ടിയാൽ മതിയാണ്. ഇന്നത്തെ ഈ പ്രജാവിദ്യാഭ്യാസം മാറി പൗരവിദ്യാഭ്യാസം, സിറ്റിസൺസ് എഡ്യൂക്കേഷൻ, അത് സിസ്റ്റം തന്നെ ഉണ്ടാക്കണം. മിക്സ് ടോക്കിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം വിവിധ സാമൂഹ്യ സാംസ്കാരിക മേഖലകളിൽ തൻ്റേതായ വ്യക്തിമുദ്ര പതിപ്പിച്ച എഴുത്തുകാരനും ആക്ടിവിസ്റ്റുമൊക്കെ ആയിട്ടുള്ള കെ ബഷീർ മാഷാണ്. ബഷീർ സുജീവനം എന്ന് നമുക്ക് വിളിക്കാം. നമുക്കെല്ലാവർക്കും സുപരിചിതനാണ്. വിദ്യാഭ്യാസ മേഖലയിലും അതോടൊപ്പം തന്നെ മറ്റ് മേഖലകളിലെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ വേറിട്ട പ്രവർത്തനങ്ങളും അനുഭവങ്ങളും ആശയങ്ങളും നമ്മോട് പങ്കുവച്ചിട്ടുണ്ട്. ഇന്ന് കുറച്ച് സമയം നമുക്ക് അദ്ദേഹവുമായിട്ട് സംവദിക്കാം. ബഷീർ സാറേ, സ്വാഗതം. വളരെ സന്തോഷം. ഇങ്ങനൊരു വേദി കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട്. കാരണം എനിക്ക് പലപ്പോഴും വ്യത്യസ്തമായ കുറേ അഭിപ്രായങ്ങളുള്ള ഒരാളാണ്. അത് നാം മരിച്ചു പോണതിൻ്റെ മുമ്പ് 4 ആൾക്കാരെ അറിയണം എന്നുള്ളൊരു മോഹമുണ്ട്. അപ്പോൾ പിന്നെ നമുക്ക് ഏതായാലും മാഷ പേര് തന്നെ ബഷീർ സുജീവനം. എന്താണ് ഇപ്പോൾ ഈ സുജീവനം എന്ന് പറഞ്ഞാൽ? അതായത് പിന്നെ കേൾക്കാൻ താല്പര്യം ഉണ്ടാവുമല്ലോ. സുജീവനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് യഥാർത്ഥത്തിൽ ഞാനൊരു നല്ല ആസ്മ രോഗിയായിരുന്നു. അപ്പോൾ അങ്ങനെ ഈ അന്വേഷിച്ച് ഈ ആസ്മ യഥാർത്ഥത്തിൽ കൂടല്ലാതെ കുറയുന്ന പ്രശ്നം ഉണ്ടായിരുന്നു. മരുന്ന് കഴിച്ചു. അങ്ങനെ ഒരു ആക്സിഡൻ്റലായിട്ട് തന്നെ പറയാം, ഒരു ആശ്രമത്തിൽ ചെന്നു പെട്ടു. ശരിക്കും പറഞ്ഞാൽ എൻ്റെ മറ്റൊരു പ്രത്യേകിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ പെങ്ങളെ ഒരു മോൾക്ക് ഈ റുമറ്റോയ്ഡ് ആർത്രൈറ്റിസ് വന്നു. അത് ഈ അലോപ്പതിയുടെ മരുന്നുകളാണ് അതിങ്ങനെ ആക്കിയത്. കാരണം പനി വരുമ്പോൾ മരുന്ന് കഴിക്കും. അങ്ങനെ കൈയും കാലൊന്നും തീരെ അനങ്ങാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ ഒക്കെ ഫുൾ ഇങ്ങനെയായി. എടുത്തുകൊണ്ടായിട്ടാണ് കോളേജിൽ പോയിരുന്നത്. BSc ഫിസിക്സിന് നല്ല മാർക്കൊക്കെ കിട്ടിയിരുന്നെങ്കിലും അപ്പോൾ അവൾക്ക് തീരെ വയ്യാതെ ഭയങ്കര വേദനയും ഒക്കെ ആയിട്ട് മരുന്ന് കഴിച്ച് വളരെയധികം കൂടുതൽ ഈ അലോപ്പതി മരുന്നൊക്കെ കഴിച്ചിട്ടാണ് അവിടേക്ക് എത്തിയത്. അപ്പോൾ അത് എങ്ങനെ മാറും എന്നുള്ള അന്വേഷണത്തിൽ ഇങ്ങനെ പോയി ഇട്ടാണ് ഇങ്ങനെ ഒരു ആശ്രമത്തിൽ ചെന്നത്. അതായത് ഈ തെങ്കാശി എന്ന് പറഞ്ഞിട്ട് തമിഴ്നാട്ടിലൊരു തെങ്കാശിക്കും അംബാസമുദ്രത്തിനും ഇടയ്ക്ക് ഒരു ചെറിയ ആശ്രമമുണ്ട്. അതിൻ്റെ പേരാണ് ഗുഡ് ലൈഫ് ആശ്രമം. ആ ഗുഡ് ലൈഫ് ആണ് ഞാൻ എടുത്തത്. ആ ഗുഡ് ലൈഫ് മലയാളത്തിലേക്ക് തർജ്ജമ ചെയ്തപ്പോൾ നല്ല ജീവിതം എന്നാണ്. അത് ഞാൻ സുജീവിതം എന്നാക്കി. ഇപ്പോൾ സുജീവനം എന്നാക്കി. ഏതായാലും പിന്നെ ഇപ്പോൾ നമ്മളുള്ളത് നോമ്പിലാണല്ലോ. അപ്പം നോമ്പിന് ഒരുപാട് ഒരു അനുഷ്ഠാനമാണ്. പിന്നെ എല്ലാ മതത്തിലും അല്ലെങ്കിൽ പല മതങ്ങളിലും പല രീതിയിൽ പല നോമ്പുകൾ വ്രതങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഏതായാലും നമ്മൾ പിന്നെ നോമ്പിനെക്കുറിച്ച് പല രീതിയിൽ അനുഷ്ഠാനം അതുപോലെ തന്നെ ആരാധന എന്നുള്ള രീതിയിലൊക്കെ കാണാറുണ്ടെങ്കിലും നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ആരോഗ്യപരമായ ഒരു വശം സാധാരണ അതിനെക്കുറിച്ച് ഒരുപാട് സംസാരിക്കാറും അതുപോലെ തന്നെ പിന്നെ അതിൽ ഒരുപാട് പിന്നെ പഠനങ്ങളൊക്കെ നടത്തിയ ആൾ എന്നുള്ള നിലയ്ക്ക് നോമ്പിൻ്റെ ഗുണങ്ങളെല്ലാവരും നമുക്കറിയാം. പിന്നെ നോമ്പുമായി ബന്ധപ്പെട്ട് പല രീതിയിലുള്ള നോമ്പാണെങ്കിൽ അതിനൊക്കെ എല്ലാ നോമ്പിനും അതിൻ്റേതായ ഗുണങ്ങൾ നമ്മുടെ ശരീരത്തിന് ആരോഗ്യപരമായിട്ട് നമുക്ക് കിട്ടാറുണ്ട്. അപ്പം പിന്നെ ഇപ്പോൾ നമ്മുടെ നോമ്പ് പിന്നെ ഒരു 13 മണിക്കൂറോ അല്ലെങ്കിൽ 14 മണിക്കൂറോ നീണ്ടു നിൽക്കുന്ന അന്നപാനീയങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ടുള്ള തീർത്തും ഒരു ഡ്രൈ ഫാസ്റ്റിംഗ് എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പം പലതരം ഫാസ്റ്റിങ്ങിനെ കുറിച്ച് ആധുനിക പിന്നെ ഭിക്ഷുക്കന്മാരൊക്കെ തന്നെ പറയാറുണ്ടല്ലോ, അത് ശരീരത്തിന് നല്ലതാണ്, ഗുണകരമാണെന്നൊക്കെ. പക്ഷേ യഥാർത്ഥത്തിൽ ഈ നോമ്പിൻ്റെ ഒരു ഗുണം നമ്മുടെ ഭാരതത്തിൽ പറയുന്നൊരു ചൊല്ലുണ്ടല്ലോ, ഏക ഭുജി
യോഗി, യോഗി, ദ്വിഭുജ്, ഭോഗി, ഭോഗി, ത്രിഭുജ രോഗി അല്ലേ? അപ്പോൾ അതുമായി അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റ് നമുക്കുണ്ട്. പക്ഷെ എന്നാലും പിന്നെ ഇതുകൊണ്ടുള്ള ഒരുപാട്, കാരണം ഇന്നത്തെ ആധുനികമായ ഒരു അവസ്ഥയിൽ ഭക്ഷണശീലങ്ങളിലൊക്കെ നമുക്ക് ഇപ്പോൾ ഉള്ള ഒരു പ്രത്യേകിച്ച് നമ്മളൊരുപാട് പിന്നെ ഭക്ഷണം കഴിക്കുന്ന ആളുകളാണ്, ജങ്ക് ഫുഡായിട്ടും അല്ലാതെയൊക്കെ നമ്മുടെ. അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു മാസക്കാലം നമുക്ക് എങ്ങനെയാണ് അത് നമ്മുടെ ഫലപ്രദമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റുക? ഞാൻ അതിൻ്റെ മുമ്പ് അതിൻ്റെ ഈ ചരിത്രപരമായ ഒരു അഭിപ്രായം പറയണം ആഗ്രഹിക്കുന്നു. ഈ നോമ്പിൻ്റെ മതപരമായ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ നമുക്ക് മാറ്റി നിർത്തും. അത് നിർത്തിയാൽ നമുക്ക് നിർത്തിയിട്ട് ഒന്ന് ചരിത്രപരമായി പരിശോധിച്ചാൽ നമ്മുടെ മുമ്പുണ്ടായിരുന്ന തലമുറകളുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും രീതികളും ഒക്കെ തന്നെ നൂറ്റാണ്ടുകളുടെ ടൈം ടെസ്റ്റഡ് ഉണ്ടായി ഉയർന്നു വന്ന ശാസ്ത്രീയമായ കുറേ രീതികളാണ്. അതിൽ ആ വിശ്വാസം മാറ്റിക്കഴിഞ്ഞാൽ ബാക്കി മുഴുവൻ അത് പൂർണ്ണമായും ശാസ്ത്രീയമായ അടിത്തറയുള്ളതാണ്. എന്താണ് അതിൻ്റെ ബേസ് എന്താ വെച്ചാൽ വലിയ പഠനങ്ങളൊന്നുമല്ല, മറിച്ച് അനുഭവങ്ങളാണ്, ടൈം ടെസ്റ്റിംഗ് ആണെന്ന് മാത്രം. അത് തന്നെയാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ഈ ഇപ്പോൾ ആധുനികം എന്ന് പറയുന്ന അലോപ്പതി മെഡിസിൻ്റെ പോലും ടൈം ടെസ്റ്റിംഗ് മാത്രമേ ഉള്ളൂ. അതല്ലാതെ കൃത്യമായിട്ട് എന്താണ് ഇതിന് കാരണം എന്നും എന്താണ് അത് എങ്ങനെ മാറുന്നുള്ളത് നോക്കാനുള്ള കാരണം ഈ ജീവൻ എന്ന് പറയുന്ന സാധനം നമ്മൾ അൺഡിഫൈൻഡ് ആയിട്ടുള്ള, ഒരിക്കലും നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു സാധനത്തിലാണിത് ചെയ്യുന്നതുകൊണ്ട് തന്നെ അത് നമുക്ക് കഴിയില്ല. അപ്പോൾ ഈ എത്രയോ നൂറ്റാണ്ടുകളായുള്ള മനുഷ്യൻ്റെ അനുഭവങ്ങളിൽ ചാലിച്ച് ഉരുത്തിരിഞ്ഞു വന്നതാണ് യഥാർത്ഥത്തിൽ ഈ ഉപവാസം എന്ന് പറയുന്നത്. ഉപവാസത്തിൻ്റെ ആധുനികമായ വിശകലനം ഞാൻ മനസ്സിലാക്കിയത് വെച്ചുകൊണ്ട് ഞാൻ പറയാം. ഞാൻ ഫിസിക്സ് ആണ് എൻ്റെ ബേസിക് സബ്ജക്റ്റ്. അതനുസരിച്ച് എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഓത്തോഫാഗി എന്ന് പറഞ്ഞ് 2015 ഈ ഉപവാസത്തിന് നല്ലൊരു സയൻറ്റിഫിക് പേരിട്ടു എന്നേ ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിനാണ് നൊബേൽ പ്രൈസ് കിട്ടിയിരിക്കുന്നത്, ജാപ്പനീസ് ശാസ്ത്രജ്ഞൻ. അപ്പോൾ അതിൻ്റെ യഥാർത്ഥ ഫിസിക്കലായിട്ടുള്ള നിയമം അനുസരിച്ച് പറയുകയാണെങ്കിൽ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് ബയോ എനർജിയാണ്. അതായത് നമ്മൾ ഒന്നും ചെയ്യാതിരിക്കുമ്പോൾ നമുക്ക് എനർജി ഉണ്ടാവും, എനർജി നഷ്ടപ്പെടില്ല. അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് സാധാരണ ഫിസിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസ്. ബയോളജിക്കലായിട്ടുള്ള ആക്ടിവിറ്റീസാണ് ഈ ദഹനം അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കുക, അത് ഉണ്ടാക്കാനായിട്ടുള്ള ഒരുക്കങ്ങൾ ചെയ്യുക, പിന്നെ അത് ഉണ്ടാക്കി അകത്തേക്ക് കഴിക്കുന്നതോടുകൂടിയാണ് ഈ എനർജി വളരെ കൂടുതൽ ചെലവാക്കുന്നത്. ഈ എനർജിയെ നമ്മൾ കുറച്ച് നേരത്തേക്ക് നിർത്തി വെക്കുകയാണ്. ആ എനർജി മുഴുവൻ നമുക്ക് ലാഭിക്കണം, കൺസേർവ് ചെയ്യണം. ഈ കൺസേർവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന എന്താ വെച്ചാൽ, അതിനു മുമ്പ് ശരീരത്തിന് സ്വാഭാവികമായും ഇതൊരു പരിപൂർണമായ കുറ്റമറ്റ ഒരു വസ്തുവാണ് ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു ജീവശരീരം എന്ന് പറയുന്നത്. അതിന് അതിൻ്റെതായ പൊതുവായ സ്വഭാവമുണ്ട്. അതായത് അതിലേക്ക് അകത്തേക്ക് വേണ്ടാത്ത വല്ലതും വന്നാൽ അതിനെ പുറന്തള്ളാനുള്ള സംവിധാനം അതിനുണ്ട്. അതായത് എലിമിനേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. പക്ഷെ നിർഭാഗ്യവശാൽ ആധുനിക മനുഷ്യനെ അതിനെ തോൽപ്പിച്ചിരിക്കുന്നു. അതായത് പ്രകൃതിയിൽ എന്താണോ അകത്തേക്ക് കൊടുക്കേണ്ടത് അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മളെ ഉപകരണങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. മനുഷ്യന്റെ കണ്ടുപിടുത്തങ്ങൾ, ഓരോ ഉപകരണങ്ങളും നമ്മളെ മെനുവിൽ അല്ലെങ്കിൽ ഭക്ഷണ പട്ടികയിൽ പുതിയ പുതിയ പല വസ്തുക്കളും കൂട്ടിച്ചേർക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നമ്മളെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. അവസാനത്തെ ഇപ്പോൾ ഫ്രിഡ്ജ് നോക്കൂ, എത്രയോ പുതിയ സാധനങ്ങൾ, അന്ന് വരെ ഇല്ലാത്ത സാധനങ്ങൾ നമ്മൾ കഴിക്കാൻ തുടങ്ങി. ഓരോ കെമിക്കൽ ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങൾ പോലും നമ്മളെ ഈ ശരീരത്തിനാണ്. ശരീരം മനുഷ്യണ്ടാക്കിയതല്ല, മനുഷ്യണ്ടാക്കിയതാണ് ഈ സയൻസൊക്കെ. അപ്പോൾ ഈ ഉപകരണങ്ങൾ
ഉപയോഗിക്കുന്ന ജന്തു എന്ന ഒരു ഡെഫിനേഷൻ ഉണ്ട് മനുഷ്യന്. ഈ മാത്രമല്ല, ഈ ഉപകരണങ്ങൾ വന്നതോടുകൂടി മനുഷ്യൻ്റെ അന്നുവരെ ഇല്ലാത്ത, ഇപ്പോൾ മനുഷ്യ ശരീരം ഉണ്ടായത് ജീവൻ്റെ തുടക്കം മുതൽ ഉള്ള ഒരു അങ്ങനെ ഉരുത്തിരിഞ്ഞു വന്നാണല്ലോ പരിണാമം പറയുന്നത്. അന്ന് വരെ ഇല്ലാത്ത അനുഭവങ്ങൾ കൊടുക്കുന്ന, അതായത് കുറഞ്ഞ ഒരു 10-100 കൊല്ലം കൊണ്ട് ഈ മനുഷ്യ ശരീരത്തിലേക്ക് പിന്നെ പമ്പ് ചെയ്ത കെമിക്കൽ വസ്തുക്കൾ, അതേപോലെ അന്യവസ്തുക്കൾ, ഭക്ഷണമല്ലാത്ത വസ്തുക്കൾ ഒക്കെ തന്നെ ശരീരത്തിൽ അടിഞ്ഞുകൂടിക്കൊണ്ടേയിരിക്കുകയാണ്. ഈ അടിഞ്ഞുകൂടുന്നതിന് സാധാരണ നിലക്ക് ശരീരം പുറത്താക്കാൻ ശ്രമിക്കും. പല വസ്തുക്കളും ശരീരത്തിന് അനുഭവം ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്താക്കാൻ പറ്റാതെ അതിനെവിടെയും കൊണ്ട് വെക്കുന്നതായിരിക്കും. എന്തായാലും നമ്മൾ ഈ മെയിൻ സ്ട്രീമിൽ, പ്രത്യേകിച്ച് ബ്ലഡ് സ്ട്രീമിലൊന്നും വരാൻ സമ്മതിക്കില്ല. കാരണം തലച്ചോറിലേക്ക് വളരെ പരിശുദ്ധമായ ഏറ്റവും അവിടുത്തെ അതിൻ്റെ വർക്കൊക്കെ വളരെ കൃത്യമായിട്ട് നടക്കണമെന്നുള്ളതുകൊണ്ടും മാത്രമല്ല, അതിലേക്ക് അതിൻ്റെ മുമ്പ് അതിന് കഴിയുന്നതും പുറത്തേക്കാൻ നോക്കാനുള്ള ഒരു ഓട്ടോമാറ്റിക്കായിട്ടുള്ള ശ്രമം തന്നെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ശരീരം, ആധുനിക മനുഷ്യൻ നമ്മളെ പ്രകൃതിയെ തോൽപ്പിച്ചിരിക്കണം. എങ്ങനെയാണെന്ന് വെച്ചാൽ അവൻ്റെ ഭക്ഷ്യതരമല്ലാത്ത പല വസ്തുക്കളും പാചകത്തിൻ്റെ പേരിലും അല്ലെങ്കിൽ കണ്ടുപിടുത്തത്തിൻ്റെ പേരിലും ഒക്കെ അകത്ത് കയറ്റിക്കൊണ്ടേയിരിക്കും. ഇതിനൊന്നും പലപ്പോഴും പുറന്തള്ളാൻ ശരീരത്തിന് കഴിയില്ല. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ പ്രകൃതിയിൽ എക്സസ് വെയിറ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഇല്ല. എക്സസ് വെയിറ്റ് 1 ഗ്രാം പോലും എക്സസ് വെയിറ്റ് ഇല്ല. നിങ്ങൾ മറ്റേത് മൃഗങ്ങളെ നോക്കിക്കോളൂ, ഒബീസിറ്റി ഇല്ലല്ലേ. ഒബീസിറ്റി എന്ന് പറഞ്ഞ സാധനം ഇല്ല. നേരെ മറിച്ച് അത് മനുഷ്യന് ആധുനിക സയൻസ് സംഭാവന ചെയ്ത ഒരു സാധനമാണ്. ഈ ഒബീസിറ്റി പോലും നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലാത്തതിന് പുറന്തള്ളാൻ പറ്റാത്ത ശരീരത്തിൻ്റെ ഒരു കേഴലാണ്, കരച്ചിലാണ്. ഈ ഒബീസിറ്റി എന്ന് പറഞ്ഞാൽ അത്ര നല്ല സാധനമൊന്നുമില്ല. അല്ല, സാധാരണ ആളുകളെ കണ്ടാലേ ആളുകളും തടിയൊക്കെ വെച്ചോളൂ, അയ്യോ നന്നായിട്ടുണ്ടല്ലോ. അതെ അതെ, യഥാർത്ഥത്തിൽ പ്രകൃതിയുടെ കരച്ചിലാണത്, അല്ലെങ്കിൽ അയാളുടെ ശരീരത്തിൻ്റെ വാക്കുകളാണ്. അയ്യോ എന്നെ ഒന്ന് ഒഴിച്ചുവിടെ. അപ്പോൾ ഈ ഉപവാസം കൊണ്ടുണ്ടാവുന്ന ഗുണം എന്താണെന്ന് വെച്ചാൽ, ഈ ശരീരത്തിന് ബയോ എനർജിക്ക്, അതായത് ദഹിപ്പിക്കാൻ, അല്ലെങ്കിൽ അതുണ്ടാക്കാൻ, തിന്നാൻ, കുടിക്കാൻ, പിന്നെ അതേപോലെ തന്നെ പാചകം ചെയ്യാൻ, ഇങ്ങനെയുള്ള ഇതിനൊന്നും നമ്മൾ എനർജി ചിലവാക്കുന്നില്ല. ഈ എനർജി മുഴുവൻ നമ്മൾ കൺസർവ് ചെയ്യാണ്. ഈ സംരക്ഷണമാണ് നമുക്ക് മറ്റ് പണ്ട് ചെയ്യേണ്ടിയിരുന്ന ജോലികൾ രണ്ടാമത് ജോലി ചെയ്യാൻ. ഉദാഹരണമായിട്ട് ഇപ്പോൾ നമുക്കിവിടെ പിന്നെ ഫുൾ തിരക്കുള്ള ഒരാൾ, അയാളുടെ വീടൊക്കെ പിന്നെ പല പല പ്രശ്നങ്ങളുണ്ടാവും, അടിച്ചു കയറിയിട്ടുണ്ടാവില്ല, അവിടെ അതുണ്ടാവും, അവിടെ മാലിന്യങ്ങളൊക്കെ ഉണ്ടാവും. നേരെ മറിച്ച് അയാൾക്ക് ഫുൾ ഒഴിവാണെങ്കിലും അയാൾ അതൊക്കെ ചെയ്യും. അത് അടുക്കും ചിട്ടയാക്കും, അതൊക്കെ വൃത്തിയാക്കും, ക്ലീൻ ചെയ്യും. ഈ പണിയാണ് യഥാർത്ഥത്തിൽ ഉപവാസം കൊണ്ട് നടക്കുന്നത്. ഇത് നിർഭാഗ്യവശാൽ നമ്മുടെ മണ്ടൻ ചികിത്സക്കാർ അല്ലെങ്കിൽ അലോപ്പതി ആണല്ലോ ഇന്നിപ്പോൾ വലിയ നമ്മളെ സ്റ്റേറ്റിൻ്റെ ഒക്കെ വലിയ ഔദ്യോഗികമായിട്ടിരിക്കണേ. അവരുടെയൊക്കെ അഭിപ്രായത്തിൽ ഇതെന്തോ ഭയങ്കര തെറ്റാണെന്നുള്ള, ഇതൊക്കെ ഒരു അന്ധവിശ്വാസമാണ്, അനാചാരമാണെന്ന്. അത് പക്ഷെ ഇന്നിപ്പോൾ നേരെ തിരിച്ചതൊക്കെ എല്ലാവർക്കും മനസ്സിലായി കഴിഞ്ഞു. അല്ലെങ്കിൽ ശാസ്ത്രീയമായ ഏറ്റവും ഉന്നത നിലവാരത്തിലുള്ള ആൾക്കാർക്കൊക്കെ മെല്ലെ മെല്ലെ മനസ്സിലായിക്കൊണ്ടിരിക്കും. ഇത് തന്നെ പുതിയ, നേരത്തെ പറഞ്ഞ മാതിരി പുതിയ നോബൽ സമ്മാനത്തിനെ കുറിച്ച് പറഞ്ഞല്ലോ, അവര് അത്തരം കണ്ടെത്തലുകളൊക്കെ നടത്തി പിന്നെ ഇതിൽ തിരിഞ്ഞു നടത്താം. ജീവിതശൈലി രോഗങ്ങൾ എന്ന് പറഞ്ഞിട്ട് തന്നെ കുട്ടികളൊക്കെ ഇപ്പം പഠിക്കാൻ തുടങ്ങിയല്ലോ. ജീവിതശൈലി രോഗങ്ങൾ ഇന്നതാണ്, അപ്പോൾ അതിനെന്താണ് പരിഹാരം. പക്ഷെ അവിടെയും ജീവിതശൈലി രോഗങ്ങൾക്ക് പിൽസും പിന്നെ മറ്റ് മെഡിസിൻസും നിർദ്ദേശിക്കുകയാണ്. അവിടെയാണ് ഈ പ്രശ്നം വരുന്നത്. അതേപോലെ ഈ കലോറി തിയറി എന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊക്കെ കുറെ വൈകൃതങ്ങൾ ഉണ്ട്. അതായത് അതനുസരിച്ച് കൂടുതൽ തിന്നണം എന്ന ഒരു തോന്നലുണ്ടാക്കുകയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ ശരീരം എന്ന് പറഞ്ഞത് മനുഷ്യ ശരീരം മാത്രമല്ല, എല്ലാ ജീവശരീരങ്ങളും ജന്തുക്കളുടെയൊക്കെ അതൊക്കെ വളരെ ഉന്നതമായ എനർജി എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു സാധനമാണ്.
അതിന് വളരെ കുറഞ്ഞ ഇതേ വേണ്ടുള്ളൂ. വേണം, പക്ഷെ അത് വളരെ കുറഞ്ഞ എനർജി അല്ലെങ്കിൽ ഇൻപുട്ടേ വേണ്ടുള്ളൂ. അതിൽ കൂടുതൽ കൊടുക്കുന്നതൊക്കെ അതിന് അപകടകരമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ മറ്റെല്ലാ ജീവികളെയും നിങ്ങൾ നോക്കിക്കോളൂ, അതൊക്കെ ആവശ്യത്തിനേ തിന്നുള്ളൂ. ആവശ്യമില്ലാതെ നേരത്തിന് തിന്നുന്ന ഏക ജന്തു മനുഷ്യനാണ്. ഈ നേരത്തിനല്ല തിന്നുണ്ട്. മനുഷ്യനെ എപ്പോഴും വിശക്കണോ അപ്പോഴാണ് തിന്നണം. ഇപ്പോൾ ഏതൊരു നമുക്ക് പറയും കഴുതക്ക് യാതൊരു ബുദ്ധിയില്ല. കഴുത പോലും അതിന് നിങ്ങൾ എത്ര ആഹാരം, അതിന് നാച്ചുറൽ സെറ്റിങ്ങിലാണെങ്കിൽ ആഹാരം കഴിച്ചിട്ട് അതിന് വയറെന്ന് പറഞ്ഞാൽ അത് അവിടെ നിൽക്കും. പിന്നെ അത് ആഹാരം എത്ര ആഹാരം അവിടെ ഉണ്ടെങ്കിലും അത് കഴിക്കില്ല. കാട്ടിലുള്ള എല്ലാ ജീവികളും അങ്ങനെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് ഒബീസിറ്റി തന്നെ അല്ലെങ്കിൽ എക്സസ് വെയിറ്റിൻ്റെ പ്രശ്നമേ ഇല്ല. പക്ഷെ മനുഷ്യനങ്ങനെയല്ല. ഇതിങ്ങനെ ആ നേരത്തിനാണ് അവൻ്റെ ആഹാരം. അതിനുള്ള സയൻസും ഉണ്ട്. അതുണ്ടാവും ഇതുണ്ടാവും, ആ ആസിഡിറ്റി വരും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതൊക്കെ. അപ്പോൾ നേരെ മറിച്ച് മനുഷ്യൻ്റെ എൻ്റെ അഭിപ്രായത്തിൽ ഈ ആശുപത്രികളൊക്കെ സുഖമായിട്ട് അടച്ചുപൂട്ടാം എങ്ങനെയാണെങ്കിൽ മനുഷ്യൻ മര്യാദക്ക് ശാസ്ത്രീയമായി ആഹാരം കഴിക്കുകയാണെങ്കിൽ. ശാസ്ത്രീയമായ ആഹാരം എന്ന് പറഞ്ഞാൽ നാച്ചുറലായിട്ടുള്ള ആഹാരം അത് മിതമായിട്ടും ഹിതമായിട്ടും കഴിക്കുകയാണെങ്കിൽ, മിതമായി കഴിച്ചാൽ മാത്രം മതി ഈ ആശുപത്രി. പക്ഷെ അതുകൊണ്ടുണ്ടാകുന്ന പ്രശ്നം എന്താ വെച്ചാൽ എത്ര കോടികളാണ് ഇപ്പോൾ ആശുപത്രികൾക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത്. അവർക്കൊക്കെ നഷ്ടമാവും, ഡോക്ടർമാർക്ക് വലിയ പ്രയാസം. അത് ഇപ്പം ഉള്ള പ്രധാനപ്പെട്ട സാധാരണ പിന്നെ പണക്കാരുടെ അസുഖം എന്ന് പറഞ്ഞ് അറിയപ്പെടുന്ന രോഗങ്ങളുണ്ടല്ലോ. ഇപ്പം ഒന്ന് വയറ് ചാടിയാൽ അപ്പോൾ അയാൾക്ക് കുറച്ച് കൂടുതൽ പിന്നെ എന്താ പറയുക സുസ്ഥിതി ഉണ്ടായിട്ടുണ്ട് ജീവിതത്തിൽ, കുറച്ച് കൂടുതൽ ഭക്ഷണം കിട്ടിയിട്ടുണ്ട്. അപ്പം പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഇതാണല്ലോ പ്രധാനപ്പെട്ട പിന്നെ ജീവിതശൈലി രോഗങ്ങളാണെങ്കിൽ കൂടെ അതിനെക്കുറിച്ച് പറയുന്നത് അങ്ങനെയാണല്ലോ. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നവർക്കുള്ളതാണെന്ന് അറിയാം. അപ്പം അതൊരു പിന്നെന്താ പറയുക, ഒരു ആ അസുഖം വരിക എന്ന് പറഞ്ഞത് സമൂഹത്തിൽ കുറച്ച് സ്റ്റാറ്റസ് ഉള്ളവർക്കാണ് ആ അസുഖം വരിക എന്നുള്ളതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രവർത്തനം ഉണ്ടല്ലോ, ഈ നമ്മൾ നോമ്പ് നോൽക്കും അല്ലെങ്കിൽ ഉപവാസത്തിൽ ഇരിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു മാറ്റം. അപ്പം ആ മാറ്റം യഥാർത്ഥത്തിൽ നമ്മുടെ നേരത്തെ നിങ്ങൾ പറഞ്ഞ നമ്മുടെ ശരീരത്തിലുള്ള കൊഴുപ്പ് അല്ലെങ്കിൽ പിന്നെ ഫാറ്റ്, ഇത്തരം അന്യവസ്തുക്കൾ അല്ലെങ്കിൽ വിഷവസ്തുക്കൾ, ശരീരത്തിനകത്ത് ചെന്നുപെട്ട വിഷവസ്തുക്കളെ പുറന്തള്ളാൻ ശരീരം തുടങ്ങും. അല്ല, ഇപ്പം ശാസ്ത്രം തന്നെ പറയുന്നത്, ഇപ്പം ഉപവാസത്തിനെ കുറിച്ച് പിന്നെ റിസർച്ച് നടത്തിയ ആളുകൾ പറയുന്നത് അതിലുണ്ടാകുന്നൊരു മാറ്റം ഉണ്ടല്ലോ, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ നമ്മുടെ ശരീരം ഇപ്പം നമ്മൾ കാർബോഹൈഡ്രേറ്റ് കഴിക്കുന്നു, ഇപ്പോൾ ചോറ് ഭക്ഷണം അങ്ങനെ കഴിക്കുന്നു, അതുപോലെ തന്നെ മറ്റ് ഇനിയിപ്പോൾ കൊഴുപ്പ് തന്നെ നമ്മൾ കഴിക്കുമ്പം നേരത്തെ ശരീരത്തിലുണ്ടായിരുന്ന കൊഴുപ്പ് ഉപയോഗിക്കപ്പെടുന്നില്ല. അപ്പോൾ അത് ഈ സമയത്ത് നമ്മുടെ ശരീരം കുറച്ച് ഏകദേശം പറയുന്നത് ഒരു 6 മണിക്കൂർ കഴിഞ്ഞാൽ തന്നെ മതി എന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഇപ്പം ഈ സമയത്തുള്ള നോമ്പാണെങ്കിൽ ഒരു 13-14 മണിക്കൂർ അല്ലെങ്കിൽ 13 മണിക്കൂറൊക്കെയാണ് സാധാരണ ഉണ്ടാവുക. അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പറയുന്നത്, ഇപ്പോൾ നമ്മൾ വെള്ളമൊന്നും കഴിക്കാതെ അല്ലെങ്കിൽ ഭക്ഷണമൊന്നും കഴിക്കാതെ ഇത്രയും ഇടവേള വിടുന്ന ഇൻ്റർമിറ്റൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയാറുണ്ടല്ലോ സാധാരണ. അപ്പം ഈ 6 മണിക്കൂർ തന്നെ മതി യഥാർത്ഥത്തിൽ ഒരാളെ ശരീരത്തിൽ പ്രവർത്തനം തുടങ്ങാൻ. പിന്നെ കുറച്ചും കൂടെ ആകുമ്പോൾ അതിൻ്റെ പിന്നെ നല്ല രീതിയിൽ അതിൻ്റെ പ്രവർത്തനം നടക്കുകയും ശരീരത്തിലെ കൊഴുപ്പുകളൊക്കെ ഉപയോഗിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുള്ളതാണ്. അത് അവർ കൃത്യമായിട്ട് ഇപ്പം പറയുന്നുണ്ട്, ശാസ്ത്രം തന്നെ പറയുന്നുണ്ട് അങ്ങനെയാണ് ആ പ്രവർത്തനങ്ങളെന്ന്. അപ്പോൾ പിന്നെ അതിലുള്ളൊരു പിന്നെ സംശയമല്ല, നമുക്ക് അറിയുന്നൊരു കാര്യം തന്നെയാണ്. നമ്മളിപ്പോൾ ഈ ഫാസ്റ്റിങ് പിന്നെ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്, മുറിക്കുന്ന സമയത്ത്, അതുപോലെ തന്നെ ഫാസ്റ്റിംഗ് തുടങ്ങുന്ന സമയത്തൊക്കെ അല്ലെങ്കിൽ ഫാസ്റ്റിങ്ങിലല്ലാത്ത സമയത്ത് ഈ ധാരാളം ഭക്ഷണം കഴിച്ചുകൊണ്ട് ഫാസ്റ്റിങ്ങിലേക്ക് വരാറുണ്ട്. അത് യഥാർത്ഥത്തിൽ ഇപ്പം നേരത്തെ നിങ്ങൾ പറഞ്ഞ പോലെ തന്നെ എങ്ങനെ ഭക്ഷണം കഴിക്കണം എന്നും കൂടെ ഒരു പ്രധാനമാണല്ലോ. എത്ര അളവിലൊന്നും നേരം നമ്മൾ ഇല്ലെങ്കിൽ വിശക്കുമ്പോൾ കഴിക്കാമെന്ന് പറയുന്നതിൽ പുറം ഒരാൾ വിശന്നാൽ അയാൾ കണ്ടമാനം ഭക്ഷണം കഴിക്കുന്നത്. ഇപ്പം നേരത്തെ പറഞ്ഞു ഇതൊക്കെ കണ്ട് അല്ലെങ്കിൽ നമ്മളോട് ഇങ്ങനെ നോമ്പ് നോൽക്കണം എന്നൊക്കെ പറഞ്ഞ ആളുകൾ എങ്ങനെ നോമ്പ് നോൽക്കണം എന്നും കൂടെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതെ. അല്ല, അക്കാലത്ത് വളരെ കൃത്യമായിട്ട് അവർ ആചാരങ്ങളുണ്ട്. അതെ, അങ്ങനെ നോറ്റാൽ മതി. നബി നോറ്റാൽ മതി. നബി എന്താണ് തിന്നത്, അവിടെ ഉണ്ടായിരുന്ന കുറച്ച് ഈത്തപ്പഴോ അല്ലെങ്കിൽ അവിടെയുള്ള വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് സാധനങ്ങൾ മാത്രമേ കഴിച്ചിട്ടുള്ളൂ.
ഇതേപോലെ നമ്മളെ ബ്രോസ്റ്റും ഈസ്റ്റും ഇതൊന്നും കഴിച്ചിട്ടില്ലല്ലോ. അതെ. അപ്പൊ നമ്മൾ ഈ ഫാസ്റ്റിങ്ങിന്റെ ഒരു ഗുണം അതുകൊണ്ട് കിട്ടുമെന്നുള്ളതാണ് 100% എതിരായിട്ട് വരും. അതെ അതെ. അതായത് ഈ നമ്മൾ വൈകുന്നേരം വരെ വെള്ളം കോരി പിന്നെ കലട്ടുടച്ചു എന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പൊ ഉള്ള നമ്മളെ മുസ്ലിങ്ങളെ, പ്രത്യേകിച്ച് നമ്മളെ ചുറ്റുപാടും നമ്മൾ കാണുന്നിടത്തോളം ഈ നോമ്പ് കാലത്താണ് അവരുടെ ഭക്ഷണ ചെലവ് കൂടുതൽ. അതൊക്കെ പടച്ചോനെ തോൽപ്പിക്കലോ അല്ലെങ്കിൽ ശരീരത്തെ തോൽപ്പിക്കലോ ആണ്. നമ്മൾ ബഡ്ജറ്റ് എടുത്താൽ തന്നെ നമുക്കറിയാം. ഇപ്പൊ കുട്ടികളോട് വീട്ടിൽ പറഞ്ഞാലും നമുക്ക് മനസ്സിലാവും ഈ പിന്നെ നോമ്പ് കാലത്ത് നമ്മൾ പിന്നെ വാങ്ങുന്ന വിഭവങ്ങളും അല്ലാത്ത സമയത്ത് വാങ്ങുന്ന വിഭവങ്ങളും താരതമ്യം ചെയ്ത് നോക്കിയാൽ. അത് മാത്രല്ല, അതിൽ മറ്റൊരു പ്രശ്നം എന്താ വെച്ചാൽ ഈ എല്ലാ ജീവികളും ആഹാരം കഴിക്കുന്നുണ്ട്. അതെ. അത് ചില ജീവികൾ സൂര്യനുള്ള സമയത്ത് കഴിക്കണം, ചില ജീവികൾ രാത്രി കഴിക്കുന്നു. അപ്പോൾ രാത്രി കഴിക്കുന്നവർ രാത്രി ഉണർന്നിരിക്കും, രാത്രി അവർക്ക് ലൈറ്റ് പിന്നെ വെളിച്ചം കാണും, അവർക്ക് കാഴ്ച കാണും. ഇപ്പോൾ വാവല് ഇതൊക്കെ രാത്രി കഴിക്കുന്നത്. അവർ കൃത്യമായിട്ട് അവർക്ക് വേണ്ട സാധനങ്ങൾ, അതിനുള്ള സംവിധാനം ദൈവം അല്ലെങ്കിൽ പ്രകൃതിയിലുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ മനുഷ്യൻ ഏതെങ്കിലും ഒരു നേരത്താണ് ആഹാരം കഴിക്കേണ്ടത്. ഒന്നുകിൽ സൂര്യൻ ഉള്ളപ്പോൾ അല്ലെങ്കിൽ സൂര്യൻ ഇല്ലാത്തപ്പോൾ. ഇപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ സൂര്യൻ ഉള്ളപ്പോഴാണ്. സൂര്യൻ ഉള്ളപ്പോൾ തന്നെ ആ ടെമ്പറേച്ചറും നമ്മുടെ ഈ ഡൈജസ്റ്റീവ് സിസ്റ്റത്തും ബന്ധമുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ഉയർന്ന താപനില ഉള്ള സമയത്തായിരിക്കും ഏറ്റവും നന്നായിട്ട് ദഹനങ്ങളൊക്കെ നടക്കും ചെയ്യും. അപ്പോൾ അങ്ങനെ ഉണ്ടായിരുന്ന ഒരവസ്ഥയിൽ നിന്ന് ഇത് 2 നേരം ആഹാരം കഴിക്കുക എന്നുള്ള ഒരവസ്ഥയിലേക്ക്, ഇപ്പോൾ പകലില്ലെങ്കിലും പകലിൻ്റെ അവസാനത്തോടു കൂടി കഴിക്കാൻ തുടങ്ങും. അതും വെട്ടിയങ്ങോട്ട് വീഴുകയാണ്. അതിൻ്റെ എല്ലാ ഗുണവും അതിൻ്റെ സ്പിരിറ്റും നഷ്ടപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ നോമ്പൊക്കെ നടക്കണം കേട്ടോ. ഞാൻ അതിലും പിന്നെ ഇങ്ങനെ സാധാരണ പറയാറുണ്ടല്ലോ, ഭക്ഷണം കഴിക്കുമ്പം എന്താണ് 1/3 മാത്രം കഴിക്കുക, 3 ബാക്കി 1 പിന്നെ വെള്ളം ബാക്കി 1 കാലിയായി കിടക്കണം എന്ന് പറയാറുണ്ടല്ലോ. അതൊരു ശാസ്ത്രീയമായ രീതിയാണല്ലോ ശരിക്കും. അതെ. ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഈ ആവശ്യത്തിൽ കൂടുതൽ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല, ഞാൻ ഒരു ആശ്രമത്തിലെത്തി, അതിൻ്റെ രാമകൃഷ്ണൻ പറയാറുണ്ട്, നിങ്ങളെ ഭക്ഷണം പ്രകൃതി നിശ്ചയിച്ചത് പഴങ്ങളാണ്, മറ്റുള്ളതൊക്കെ മനുഷ്യൻ്റെ ഉപകരണങ്ങൾ വഴി നമുക്ക് സിദ്ധിച്ചതാണ്. നേരെ മറിച്ച് പഴങ്ങൾ എന്ന് പറഞ്ഞത് ഇവിടെ ഉള്ളതാണ്. ഈ പഴങ്ങൾ തന്നെ 2 പഴം വേണ്ട സമയത്ത് നിങ്ങൾ 3ാമത്തെ പഴം കഴിക്കുകയാണെങ്കിൽ അത് വിഷമാണെന്ന്. അതിന് ശരീരം ഒരു വിഷം പോലെ കാണുള്ളൂ. അതിനെ പുറന്തള്ളാം. അത് പുറന്തള്ളാനുള്ള ഊർജം നമ്മളെ ശരീരത്തിൽ നിന്ന് ചിലവാക്കണം. ഈ ഊർജം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അവിടെ ഉള്ളതാണ്, അത് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല. അതായത് ഒരു ബയോ ഊർജമാണ്. അത് നമുക്ക് കൂടുതലായിട്ട് ഉണ്ടാക്കാനൊന്നും കഴിയില്ല, അത് അവിടെ ഉള്ളതാണ്. അത് ഓരോ മനുഷ്യനും കൃത്യമായിട്ടുണ്ട്. അത് ആർക്കും മറ്റൊരാളെ ഇങ്ങോട്ട് കടം വാങ്ങാനോ കൊടുക്കാനോ ഒന്നും പറ്റുന്ന സാധനം ജീവനെ പോലെ തന്നെയാണ്. ഉദാഹരണമായിട്ട് അതിന് രൂപമാറ്റം സംഭവിക്കുള്ളൂ. അതെ, അതിന് ഈ എനർജി ആയിട്ട് നമ്മൾ കഴിക്കുന്ന ആഹാരമായിട്ടൊന്നും വലിയ ബന്ധമൊന്നുമില്ല. അല്ലെങ്കിൽ ഇപ്പോൾ നമുക്ക് പീറ്റീഷനെ തോൽപ്പിക്കണമെങ്കിൽ പീറ്റീഷനെ തിന്നതിനേക്കാളും കൂടുതൽ തീറ്റിച്ചിട്ട് ഒരാളെ ഓട്ടിച്ചാൽ പീറ്റീഷനെ തോൽപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് രണ്ടും 2 തന്നെയാണ് നടത്തുക. അപ്പോൾ നമ്മുടെ ആഹാരം എത്രയാണ് നമുക്ക് വേണ്ടത് എന്നതിനെ കുറിച്ചിട്ട് ഒരു സയൻറ്റിഫിക് ആയിട്ടുള്ള ഒബ്സർവേഷൻ നടത്താൻ നമ്മളെ സമൂഹം തയ്യാറല്ല. ഇതുവരെ അങ്ങനെ ഇല്ല. യഥാർത്ഥത്തിൽ വിദ്യാഭ്യാസം പറഞ്ഞാൽ അതാണ് വേണ്ടത്. അതുണ്ടെങ്കിൽ തന്നെ പിന്നെ എൻ്റെ അഭിപ്രായത്തിൽ പിന്നെ അയാൾക്ക് രോഗത്തിൻ്റെ പ്രശ്നമില്ല. പക്ഷെ ഇന്ന് അങ്ങനെയല്ല അവസ്ഥ. ഇന്ന് ഈ രോഗം എന്ന് പറഞ്ഞത് തന്നെ വളരെ വിപുലമായ ഒരു ചൂഷണ ഉപാധിയാണ്. രോഗം ഉണ്ടാവുക, അതിനെ ചികിത്സിക്കുക തന്നെ വലിയൊരു ഇതാണ്. ഇപ്പൊ നിങ്ങൾ തന്നെ നോക്കുക, ഇപ്പൊ നമ്മൾ ഈ ഭയങ്കര തട്ടിപ്പാണ് നടത്തുന്ന അർത്ഥം. അതായത് ആരോഗ്യ വകുപ്പ് എന്നാണ് പേര്.
ആരോഗ്യമായിട്ട് അതിന് യാതൊരു ബന്ധമില്ല. ആരോഗ്യം എന്ന് പറയുന്നത് എന്താ? ആരോഗ്യത്തിന് എന്താ വേണ്ടത്? അതിൻ്റെ കോമ്പണൻസ് എന്തൊക്കെയാണ്? ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം, പിന്നെ ഇനി വേണമെങ്കിൽ ജോലി, അങ്ങനെയുള്ള ഇത്. ഈ ആരോഗ്യവകുപ്പ് 10 പൈസ ഈ ശുദ്ധവായു ഉണ്ടാക്കാൻ ചിലവാക്കുന്നുണ്ടോ? എന്തിന്? നിങ്ങൾ നോക്കൂ, ആശുപത്രികളിലൊക്കെ അശുദ്ധവായു അല്ലേ ഉള്ളത്? അവിടെ പോയാലുള്ളൊരു ആസനം നോക്കിയേ. അതായത് രോഗം വന്നതിന് ശേഷമുള്ള അത് ചികിത്സിക്കുന്നതിന്. അപ്പൊ അതിന്റെ പേര് ചികിത്സാ വകുപ്പ് എന്നിടൂ, അല്ലെ രോഗവകുപ്പ് എന്നിടൂ. ഇത് ഈ ആളെ പറ്റിക്കാന്നുള്ള എന്ന പരിപാടിയാണ് ഇപ്പൊ ഇത് നടത്തുന്നതിനർത്ഥം. ആരോഗ്യ വകുപ്പിന് ആരോഗ്യവുമായിട്ട് ഒരു ബന്ധമില്ല. മറിച്ച് ഈ ശരിക്കുള്ള യഥാർത്ഥ ആരോഗ്യം എന്ന കോമ്പണന്റിന് ഇപ്പോൾ ആരോഗ്യവകുപ്പിന് കൊടുക്കുന്നതിൻ്റെ 1% അതിന് ഇപ്പോൾ കൊടുക്കുന്നത് 1000 കോടിയാണെന്ന് വെച്ചോ. 1000 ഒന്നും അല്ല, അതിലൊക്കെ എത്രയുണ്ട്. ഈ 1000 കോടിയുടെ 1% എന്ന് പറഞ്ഞാൽ എത്രയായി? 10 കോടി. ഈ 10 കോടി നിങ്ങൾ ആരോഗ്യത്തിന് കൊടുക്കുകയാണ്. ഒരു ആരോഗ്യ വകുപ്പ് ഉണ്ടാക്കിയിട്ട് ആരോഗ്യവകുപ്പ് ഉണ്ടാക്കിയിട്ട് ശുദ്ധവായു, ശുദ്ധജലം, ശുദ്ധഭക്ഷണം, വിനോദം, വിശ്രമം എന്ന ഈ കാര്യത്തിന് ചെലവാക്കുകയാണെങ്കിൽ എൻ്റെ അഭിപ്രായത്തിൽ ഇപ്പോൾ ഇതിന് ചെലവാക്കുന്നതിൻ്റെ പകുതി ചെലവാക്കിയാൽ മതി. അതായത് 50% നമുക്ക് കുറക്കാം. പക്ഷെ അതിനാരും സമ്മതിക്കില്ല. കാരണം എന്താ വെച്ചാൽ ഈ ബഹുരാഷ്ട്ര കുത്തകൾ ആണ് യഥാർത്ഥത്തിൽ നമ്മളെ ഭരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ പറഞ്ഞ് പിണറായി വിജയൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ മോഡിജി ആയിക്കോട്ടെ ഒക്കെ ഭരിക്കുന്നുണ്ട്. അവർ പറയുന്നതനുസരിച്ച് ഭരിക്കാണ്. എന്നാൽ അതിനെതിരാവുന്നു ഇവന്റെ തല അവിടെ കാണില്ല അർത്ഥം. ഈ ബഹുരാഷ്ട്ര കുത്തകൾക്ക് അനുകൂലമല്ലാത്ത രീതിയിൽ എന്നവർ പിന്നെ ചിന്തിക്കാൻ തുടങ്ങുന്നു, അന്ന് ആലോചന മാറ്റിയിട്ടുണ്ടാവും. അതിപ്പോൾ മോഡിജി ആണെങ്കിലും പിണറായി വിജയനാണെങ്കിലും അത് തന്നെയാണ് അവസ്ഥ. അപ്പൊ അതിനൊരു തമാശയും കൂടിയും പറഞ്ഞുതരാം. അതായത് 2ാം ലോകമഹായുദ്ധ കാലത്ത് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും, പിന്നെ പോളണ്ടിൽ ഓസ്ട്രിവിച്ച് എന്ന് പറഞ്ഞൊരു ക്യാമ്പ്, 20 ലക്ഷത്തോളം ആൾക്കാർ കൊന്നതിൽ ഏറ്റവും കൂടുതൽ അവിടുന്നാണ് കൊന്നത്, ഈ ജൂതന്മാര്. ഈ ഓസ്ട്രിവിച്ച് ക്യാമ്പ് ആരുതായിരുന്നു അറിയോ? സീബാഗീഗി, ഫൈസർ, പിന്നെ ഡൂപ്പോണ്ടാണെന്ന് എൻ്റെ ഓർമ്മ. എന്തായാലും ഈ 3 കൂടിയ ഒന്നായിരുന്നു അന്ന്. അത് പിന്നീട് ആ ന്യൂറൻബർഗ് ട്രയലിൽ 3 മാറിയതാണ്. ഈ 3 കൂടിയ അവരുടേതായിരുന്നു ഈ സാധനം, ഈ സ്ഥലം. അത് ഫ്രീ ആയിട്ട് കൊടുത്തതാണ്. ആർക്ക്? പിന്നെ ജർമ്മൻകാരന് നടത്തും. ജർമ്മനിക്ക് അല്ലെ ഹിറ്റ്ലർക്ക് ഉണ്ടാക്കാൻ ഫ്രീ ആയിട്ട് കൊടുത്ത. പിന്നെ ഓല് അത്രത്തോളം 2ാം ലോകമഹായുദ്ധമായത് ഈ 1ാം ലോകമഹായുദ്ധത്തിനും 2ാം ലോകമഹായുദ്ധത്തിനും ഇടയിലാണ് ശരിക്കും ഈ ബഹുരാഷ്ട്ര കുത്തകള്, ഈ മരുന്ന് മാഫിയകള്, കെമിസ്ട്രിയുടെ വളർച്ച, ഇതുകൊണ്ടൊക്കെ തന്നെ അവരുടെ പിടിയിൽ ലോകമാവുന്ന. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്കെതിരെ ഇപ്പോൾ ഈ 3-4 പ്രസിഡന്റുമാർ തന്നെ ഈ കോവിഡിന് സംശയം പ്രകടിപ്പിച്ചുകൊണ്ട് കാണാതായിട്ടുണ്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് മരിച്ചിട്ടുണ്ട്. ഒരു എന്തൊക്കെ 2-3 പേര്. ഞാൻ ഒരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു എൻ്റെ അന്ന്, ഒരു 2 കൊല്ലം മുമ്പ്. ഈ പിന്നെ അപ്പോൾ അത് ഇവിടെയാണത് നടക്കുന്ന. ആരോഗ്യരംഗത്താണ് കൂടുതൽ ഈ ഒരു എന്താ പറയുക, വേറെ ഒരു രംഗമില്ല. പണ്ട് ഈ ചൂഷണത്തിന് ഉള്ള നല്ലൊരു ഉപാധി ഉണ്ടായിരുന്നു, ദൈവമെന്നും മതമെന്നും എന്നൊക്കെ പറഞ്ഞിട്ട്. മതത്തിന്റെ ആളാണ്, അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞ കേൾക്കണം. ആത്മീയ കൾട്ടുകൾ, അതെ കൾട്ടുകൾ ഉണ്ടായിരുന്നു. അവര് ആണ് ലോകം ഭരിച്ചിരുന്നത്. പക്ഷെ അവർക്ക് കുറെ തെറ്റുപറ്റി, അന്ന് കുറെ അബദ്ധം പറ്റി. എന്താ വെച്ചാൽ പിന്നെ കുറേ വേണ്ടാത്തതൊക്കെ അല്ലെങ്കിൽ അശാസ്ത്രീയം പിന്നീട് തെളിഞ്ഞ കുറേ അബദ്ധങ്ങൾ പറഞ്ഞു. ഭൂമി പരന്നതാണ് അങ്ങനെ. അതോടുകൂടി തന്നെ അതിൻ്റെ ആ പ്രസക്തി നഷ്ടപ്പെട്ടു. 18-ാം നൂറ്റാണ്ടും 19-ാം നൂറ്റാണ്ടും 20-ാം നൂറ്റാണ്ടോടുകൂടി അവർക്ക് ഒരു
ഇനി പറഞ്ഞാൽ തന്നെ ഒരു പരിഹാസത്തോടു കൂടി കാണുന്ന അവസ്ഥയിലെത്തി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് സങ്കല്പങ്ങളാണെങ്കിൽ പോലും അതുകൊണ്ട് കുറേ ഉപകാരങ്ങളുണ്ട്. അതേപോലെ തന്നെ ദൈവം, പ്രകൃതി അള്ളാഹ് എന്ന് പറഞ്ഞോ, യേശു എന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ യാഹുവ എന്ന് പറഞ്ഞോ, ഇനി ശ്രീരാമൻ എന്ന് പറഞ്ഞോ, എന്തോ പറഞ്ഞോ, ഒരു വിരോധമല്ല. അതൊക്കെ തന്നെ മനുഷ്യന് ഉപകാരപ്രദമായ സങ്കല്പങ്ങളാണ്. അതും നമ്മുടെ ആചാരങ്ങളും തമ്മിൽ ഒരിക്കലും കൂട്ടിയോജിപ്പിക്കൊന്നും വേണ്ട. ഈ ആചാരങ്ങളൊക്കെ അത് ഉണ്ടാക്കുന്ന സമയത്ത് പൂർണ്ണമായും സയന്റിഫിക്കായിട്ട് ടൈം ടെസ്റ്റഡ് ആയിട്ട് ഉയർന്നു വന്നതാണ് ഈ ആചാരങ്ങളൊക്കെ. നമ്മളെ ഈ ശരീരത്തിലുള്ളൊരു കുഴപ്പം എന്താ വെച്ചാൽ അതിനൊരു ബയോറിതം ഉണ്ട്. ഈ ലഹരിയൊക്കെ അങ്ങനെ വരുന്നത്. ഇപ്പോൾ ലഹരി ഇങ്ങനെ എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് കഴിച്ചുകൊണ്ടിരുന്നാലുള്ള കുഴപ്പം എന്താ വെച്ചാൽ പിന്നെ അത് കിട്ടണമെന്നാണ്. അത് കാരണം എന്താ വെച്ചാൽ ഈ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമ്മൾ എന്ത് ലഹരി കഴിക്കുക, ലഹരികളൊക്കെ തന്നെ യഥാർത്ഥത്തിൽ പിന്നെ പോഷകവസ്തുക്കളല്ല. അപ്പോൾ അതിനെ പുറന്തള്ളണം ശരീരം. ഈ പുറന്തള്ളണമെങ്കിൽ നമ്മളെ ഊർജം വേണം. ഈ ഊർജം അതിനായിട്ട് ചിലവാക്കണം. അപ്പോൾ ഈ നമ്മൾ പതിവായിട്ട് ഈ ഊർജം കൊടുക്കുകയാണെന്ന് വിചാരിച്ചോ, ഈ ലഹരി കൊടുക്കുകയാണെങ്കിൽ, ലഹരിയല്ല ഉപ്പ് തന്നെ, ഇങ്ങനെ എന്ത് വിഷം കൊടുക്കുകയാണെങ്കിലും ശരീരം അപ്പോൾ അതിനായിട്ട് തയ്യാറായിരിക്കും. ആ നേരത്തെ അത് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ ഈ ഊർജം കിട്ടതായ വരികയല്ലേ, അത് അതിന് ഒരു പിന്നെ ഇംബാലൻസ് വരും. അപ്പോഴാണ് അതിന് ക്ഷീണമൊന്നും. കള്ള് കുടിക്കുന്ന ആൾക്കാർക്ക് ആ ഒരു പതിവായിട്ട് കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ വറക്കാൻ തുടങ്ങും. അത് ബീഡി വലിക്കുന്ന ആൾക്കും ഉണ്ട്. ബീഡി വലിക്കുന്ന ഇപ്പൊ നല്ല സുന്ദരമായിട്ട് പിന്നെ ഉള്ള അക്കൗണ്ടൻസ് ഒക്കെ ഉണ്ടല്ലോ, ഒരു തെറ്റുമില്ലാതെ കൃത്യമായിട്ട് കണക്കൂട്ടാൻ നമുക്ക് അയാൾക്ക് ആ ചായ അല്ലെങ്കിൽ വീഡിയോ കിട്ടിയിൽ അങ്ങനെ പതിവുള്ള ഒരാളാണ് വെച്ചാൽ അയാൾക്ക് ആകെ തെറ്റും. അത് ശരീരം ആ ഒരു പിന്നെ ജൈവ താളത്തിനനുസരിച്ച് പോവാണ്. അതെ 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 അതിനനുസരിച്ച് പോകും. അപ്പൊ ഇതങ്ങോട്ട് ഈ അപ്പോൾ കിട്ടാനുള്ളത് കിട്ടാതെ വരുമ്പോൾ ഇതാകെ കുഴപ്പത്തിലാവുകയാണ്. പക്ഷെ അത് ഇപ്പം ഈ ഞാൻ പറഞ്ഞുകൊണ്ടുവന്നതാണ്, നമ്മൾ നോമ്പ് തുടങ്ങുമ്പോൾ കുറച്ച് ദിവസം ക്ഷീണം കാര്യമൊക്കെ ഉണ്ടാവുന്നത് ഈ ഒരു താളം തെറ്റുന്നതുകൊണ്ടായിരിക്കും. 100% അത് അങ്ങനെ തന്നെ. അതല്ലാതെ ശരീരത്തിന് ഇത്ര വലിയ വയറും വെച്ചിട്ട് അത് മുഴുവൻ സ്റ്റോർഡ് ആയിട്ടുള്ള എനർജിയാണ്. അതെ. ഇപ്പോൾ ഈ ഓട്ടോഫാഗി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വയം തീറ്റ എന്ന് എൻ്റെ മലയാളം. അതായത് എന്താ ഈ തീറ്റ, നമ്മളെ ഈ സ്റ്റോർ ചെയ്ത നമ്മളെ ഈ ഫാറ്റാണ് രണ്ടാമത് തിരിച്ചെടുത്ത് അതിന് ഗ്ലൂക്കോസ് ആയിട്ടും അത് പിന്നെ ക്യാൻസർ പോലുള്ള വലിയ രോഗങ്ങളിൽ നിന്നും ഈ ഉപവാസം കൊണ്ട് മുക്തി ഉണ്ടാവുമെന്നാണല്ലോ പറയുന്നത്. അതായത് ഈ പറഞ്ഞ സംഗതി ഇപ്പോൾ നമ്മുടെ ശരീരത്തിലെ പിന്നെ കോശങ്ങളെ തന്നെ ശരീരം തിന്നുകൊണ്ടുള്ള ഇപ്പോൾ ശാസ്ത്രം അതിനെക്കുറിച്ച് ഒരു കണ്ടുപിടുത്തത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഈ ഉപവാസം ഉണ്ടാകുമ്പോൾ ശരീരത്തിൽ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, അവർ പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഉള്ള പിന്നെ അതായത് അനാവശ്യ അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ഈ സെല്ലുകളെ ശരീരം തന്നെ ഭക്ഷിക്കുന്ന ഒരു അവസ്ഥ വരും. ആ അവസ്ഥ വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസർ അതുപോലെ തന്നെയുള്ള, അതായത് ഉപവാസം കൊണ്ടുള്ള ഏറ്റവും വലിയൊരു ഗുണമായിട്ടാണ് അവർ പറയുന്നത്. അത് കുറച്ചും കൂടി ഇതിൽ പറയുകയാണെങ്കിൽ 90കളിലാണെന്ന് തോന്നുന്നു, അതോ 80കളിലാണോ, ഒരു ഫ്രഞ്ച് സ്റ്റഡി തന്നെ ഉണ്ട്. എന്താ വെച്ചാൽ ഈ ഇതെല്ലാവരും ശ്രദ്ധിക്കുന്ന കാര്യം നല്ലതാണ്. പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾ അല്ലെങ്കിൽ മറ്റെന്ത് രോഗികൾ, ഈ ക്യാൻസർ സെല്ലുകൾ നമ്മളെ ശരീരം ഉണ്ടാക്കുകയാണ്. അതെ, നമ്മളെ ശരീരം ഇങ്ങനെ ഒരു അബ്നോർമൽ ഗ്രോത്ത് എന്നാണ് അതിനെ കുറിച്ച് പറയുന്നത്. ഈ അബ്നോർമൽ ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, ഈ മൈറ്റോസിസ് കൊണ്ടുള്ള സെൽ വിഭജനം കൊണ്ടാണ് ഇത് ഉണ്ടാവുന്നത്. ഇതിന് കുറേ എനർജി വേണം. നിങ്ങളെ ഭക്ഷണം പൂർണ്ണമായിട്ട് നിൽക്കുന്നതോടുകൂടി ഈ ശരീരം പല പരിപാടികളും നിർത്തും. അതായത് ഇങ്ങനെ പോവുകയാണെങ്കിൽ അവസാനം നിൽക്കുന്നത് നമ്മളെ തലച്ചോറിൻ്റെ പ്രവർത്തനം. ഹൃദയമിടിപ്പ് തീർന്നാൽ പോലും തലച്ചോറ് പിന്നെയും കുറച്ച് നേരം വർക്ക് ചെയ്യുന്നവർ. കാരണം ഈ തലച്ചോറിന് പിന്നെ പിന്നെ ഈ എനർജി കിട്ടുകയാണെങ്കിൽ ഇതിന് രണ്ടാമത് പിന്നെ റീസ്റ്റാർട്ട് ചെയ്യിക്കാനുള്ള കഴിവുണ്ടെന്നാ പറയും.
അപ്പോൾ ഇങ്ങനെ അപ്പോൾ അൺഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഒന്നിനൊന്ന് കുറഞ്ഞുകൊണ്ടിരിക്കും. നമ്മൾ ഈ മൂവ്മെൻ്റൊക്കെ നിന്നാലും ഹൃദയം പിടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ ആ രീതിയിൽ നമ്മൾ ഒരു എഴുതി വെക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിൽക്കുന്ന ഒരു ഈ നമ്മൾ ഭക്ഷണം എനർജി അങ്ങോട്ട് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നതാണ് ഈ സെൽ വിഭജനം എന്ന് പറഞ്ഞാൽ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാക്കുന്ന പരിപാടി. അപ്പോൾ ഈ ഉപവാസം കൊണ്ടുണ്ടാകുന്ന ഏറ്റവും വലിയ ഗുണം ഒരു പ്രത്യേകിച്ച് ക്യാൻസർ രോഗികൾക്ക് മറ്റേത് രോഗികൾക്കും അതിനുള്ള കാരണം നമ്മൾ അടച്ചിടുകയാണ്. ഈ ക്യാൻസർ സെല്ലുകൾ ഉണ്ടാക്കുന്നത് നമ്മളെ ഭയങ്കരമായിട്ട് നമ്മളെ തന്നെ അബ്യൂസ് ചെയ്തിട്ടാണ്. പ്രത്യേകിച്ച് ഫുഡ് അബ്യൂസ് തന്നെയാണ് നടത്തുന്നത്, ഭക്ഷണത്തിനുള്ള അബ്യൂസ് തന്നെ. അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിനുള്ള കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കണത് നിർത്തുന്നു എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഏത് ക്യാൻസർ വന്നാലും അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താ വെച്ചാൽ ഒന്ന് അടങ്ങിയിരിക്കുക, ഒരു 5-8 ദിവസമെങ്കിലും പിന്നെ ഉപവസിച്ചിട്ട് എങ്ങനെ അത് കൂടില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. മാത്രമല്ല അങ്ങനെ വരികയാണെങ്കിൽ നേരെ മറിച്ച് ഇന്ന് ക്യാൻസർ ചികിത്സ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ ഒരു പിന്നെ ഭയങ്കര ഒരു മൾട്ടിനാഷണൽ കോക്കസിൻ്റെ ഭാഗമാണ്. ശരിക്കും എല്ലാ ക്യാൻസർ പുസ്തകങ്ങളിലും പറയുന്നതാണ് ക്യാൻസർ എന്ന് പറയുന്ന സാധനം ഏതെങ്കിലും ഒരു അവയവത്തിൽ ഉണ്ടാവുകയാണെങ്കിൽ അതിനെ എങ്ങനെങ്കിലും ഡിസ്റ്റർബ് ചെയ്താൽ തൊട്ടുപോയാൽ പോലും ഒരു മുട്ടുസൂചി കൊണ്ട് കുത്തിയാൽ പോലും പിന്നെ അത് വേറെ പല ഭാഗത്തേക്കും പടരാം. അതാണിപ്പോൾ നടക്കുന്നത്. ആദ്യം തന്നെ പരിശോധിക്കണം. എന്നിട്ട് പരിശോധിച്ചിട്ട് എന്തിനാ പരിശോധിക്കണ അറിയോ? ഇത് ബാക്കിയുള്ളിടത്തും കൂടി പകരാൻ. അതായത് ബയോപ്സി ചെയ്യണം, എന്നാലേ ഇത് അറിയുള്ളൂ. ഇത് അറിഞ്ഞിട്ട് എന്താ കാര്യം? അറിഞ്ഞിട്ട് എന്തെങ്കിലും ഈ ക്യാൻസറിന് ഫലപ്രദമായ എന്തെങ്കിലും മരുന്നുണ്ടോ? ഇല്ല, കണ്ടെത്തിയിട്ടില്ല. പിന്നെ ഇത് ചെയ്തു നോക്കാം. അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചത്തിട്ടുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. അങ്ങനെയുള്ള ഒരു സ്യൂഡോ സയൻസ് ഉപയോഗിച്ചിട്ട് അയാളുടെ കയ്യിലുള്ള കാശ് വാങ്ങുക, കാശ് കീശയിലാക്കുക എന്നുള്ള ഒരു പരിപാടിയാണ് നടക്കുന്നത്. അങ്ങനെ തന്നെയുള്ള പിന്നെ നമുക്ക് എന്തെങ്കിലും അല്ലെങ്കിൽ പ്രയാസങ്ങൾ, അതിൻ്റെ ലക്ഷണങ്ങൾ, ഇപ്പോൾ പനി, ജലദോഷം, ഇതൊക്കെ നമ്മുടെ ശരീരം പലതും പുറന്തള്ളല്ല, രോഗാണുവിനെ നശിപ്പിക്കാൻ ചെയ്യുന്ന ഒരു ശരീരം തന്നെ ചെയ്യുന്ന മെക്കാനിസം ആണല്ലോ. പക്ഷെ അതിനാണല്ലോ നമ്മൾ മരുന്ന് കഴിക്കുന്നത്. പനി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ നമ്മളെ ഈ ശരീരത്തിൻ്റെതായ ഒരു ഭാഷയാണത്. അതെ, പനിച്ചാൽ നമ്മൾ മരുന്ന് കഴിക്കുകയാണ്. അതല്ലേ നമുക്ക് മൂത്രമൊഴിക്കണം, ആ മൂത്രമൊഴിക്കണം എന്നുള്ള തോന്നലുണ്ടായാൽ നമ്മൾ മൂത്രമൊഴിച്ചാൽ പോരെ. അതേപോലെ കക്കൂസ് പോകണം, വിശക്കണുണ്ട്, ദാഹിക്കണുണ്ട്, ഇതൊക്കെ പ്രകൃതിയുടെ വാക്കുകളാണ്. ശരീരത്തിന്റെ അതേപോലുള്ള പ്രകൃതി പറഞ്ഞാൽ ഏതാ അറിയോ? ചെറുതൊന്നല്ല. ഈ ഭൂമിയുടെ കറക്കം, ചന്ദ്രൻ്റെ പിന്നെ വൃദ്ധിക്ഷയങ്ങൾ, ഈ സൗരയൂഥത്തിൻ്റെ കറക്കം, ഈ ഗാലക്സി ഒന്നായിട്ട് അതിൻ്റെ ചലനങ്ങൾ, ഇതൊക്കെ അടങ്ങിയ ഭൂമി, ഇതാണ് ഈ പ്രകൃതി. ആ പ്രകൃതിയുടെ ഒരു ഭാഷയാണ് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് തൂറണോ, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കണോ, നിങ്ങൾക്ക് വെള്ളം കുടിക്കണോ എന്നുള്ളതൊക്കെ നിങ്ങളോട് പറയാനുള്ള പ്രകൃതിയുടെ തെറ്റുപറ്റാത്ത അടയാളങ്ങളാണ്. ഈ കക്കൂസ് പോകണോ, പനി, ജലദോഷം, ഇതൊക്കെ ഈ ജലദോഷവും പനിയൊക്കെ ഉണ്ടാവും. അത് ശരീരം എനിക്ക് ഇപ്പം തന്നിരിക്കുന്നൊന്നും ശരിയല്ലട്ടോ, അതൊന്ന് മാറ്റിക്കളാ എന്നുള്ളതിൻ്റെ പ്രകൃതിയുടെ തെറ്റുപറ്റാത്ത, നുണ പറയാത്ത, വഞ്ചിക്കാത്ത നമ്മുടെ ശരീരം, അല്ലെങ്കിൽ പ്രകൃതി, അല്ലെങ്കിൽ ദൈവം, നിങ്ങൾ ഇഷ്ടമുള്ള പേര് പറഞ്ഞു, ഒരു വിരോധമില്ല. അതിൻ്റെ ഒരു ഇത് മാത്രമാണ് നമ്മളെ രോഗങ്ങൾ. അതിനെന്താ നമ്മൾ ചെയ്യേണ്ടത്? ഒന്നും ചെയ്യാതിരിക്കല്ല, എന്തൊക്കെ വേണ്ടാത്തത് ചെയ്തിട്ടുണ്ടോ അതൊക്കെ ഒഴിവാക്കുക. പിന്നെ പറയാതിരിക്കാൻ വയ്യ, നമ്മളെ ഒരു ഒറ്റ വൈക്കോൽ വിപ്ലവം എന്ന് പറഞ്ഞിട്ട്
പുസ്തകം ഇറങ്ങിയിരുന്നു. ഒരു ജാപ്പനീസ് എൻഡമോളജിസ്റ്റ് ആയിരുന്ന മസനോബു ഫുക്കുവോക്കയുടെ ഒരു പുസ്തകമാണത്. അതില് അദ്ദേഹം ഒരു ഈ പറഞ്ഞ കീട നിയന്ത്രണ ശാസ്ത്രജ്ഞനായിരുന്നു. ഈ കീടങ്ങളെ നശിപ്പിക്കാൻ എന്താണ് നമ്മളെടുത്തുള്ള വിഷങ്ങൾ, ഈ വിഷങ്ങളെടുത്ത് കൊല്ലുമ്പോൾ അതിന് കീടങ്ങൾ ചാവുമ്പോൾ പിന്നെ മറ്റു പലതും ഉണ്ടാവുന്നു എന്നൊക്കെ മനസ്സിലാക്കി അവസാനം അദ്ദേഹം ആ ജോലി ഒഴിവാക്കി മൂപ്പര് അച്ഛൻ്റെ ഓറഞ്ച് തോട്ടത്തിലേക്ക് പോവുകയാണ്. അവിടെ ചെന്ന് ഇതൊക്കെ ചെയ്ത് അങ്ങനെ ജീവിച്ചാൽ മതി എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ അവിടെ ചെന്നിട്ട് മൂപ്പർക്ക് ഇതിന് കൊല്ലാനുള്ള എന്തോ ഒരു ബുദ്ധ ട്രാഡിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ അതൊക്കെ നിർത്തിയിട്ട് അവസാനം അദ്ദേഹം ഒരു പരീക്ഷണം നടത്തിയിട്ട് അങ്ങനെയാണ് അദ്ദേഹം ഈ പുസ്തകം എഴുതിയത്. അതിൽ അദ്ദേഹം വളരെ മനോഹരമായിട്ട് നമ്മളെ മലയാളത്തിൽ ഒരു CP ഗംഗാരൻ മാഷാണ് അത് പിന്നെ തർജ്ജമ ചെയ്തിട്ടുള്ളത്. അത് മലയാളം ഭയങ്കര, അദ്ദേഹത്തിൻ്റെ തർജ്ജമ ഭയങ്കര, മലയാളത്തിന് ഇത്രയും സൗന്ദര്യം ഉണ്ടെന്നും ഇത്രയും ആഴത്തിൽ ഗഹനമായ കാര്യങ്ങൾ പറയാൻ കഴിയുന്നു എനിക്ക് ബോധ്യമായത്. ഒന്നാമത് ഞാൻ അറബി മലയാളമാണ്, അതുകൊണ്ട് തന്നെ എനിക്ക് ഈ സാഹിത്യമായിട്ട് വലിയ പരിചയമൊന്നുമില്ലെങ്കിൽ പോലും നല്ലൊരു ഒറീഷ്യസ് റീഡർ ആയിരുന്നു എന്നുള്ളത് ശരിയാണെങ്കിലും എനിക്ക് മലയാള ഭാഷയോട് ഇത്രയും വലിയൊരു ബഹുമാനവും ആദരവും തോന്നിയത് ഈ അദ്ദേഹത്തിൻ്റെ ട്രാൻസ്ലേഷൻ അത്ര രസകരമായ ഒറ്റ വൈക്കോൽ വിപ്ലവം. അപ്പം അതിൽ അദ്ദേഹം കണ്ടെത്തുന്ന ഒരു വലിയ ഒരു ഈ ഗെയിം ചേഞ്ചിങ് ആയിട്ടുള്ള ഒരു പാരഡിഗം ഷിഫ്റ്റ് തന്നെ നടത്തുന്ന ഒരു ഇതുണ്ട് അദ്ദേഹത്തിന്. ഇങ്ങനെ ഇവറ്റങ്ങളെ കൊല്ലണതും ഇത് ആലോചിച്ച് അദ്ദേഹം അവസാനം ഒരു വേറെ രീതിയിൽ ചിന്തിക്കുകയാണ്, ഒരു വ്യത്യസ്ത ചിന്ത. അതായത് ഇതുവരെ മനുഷ്യൻ ചെയ്തിരുന്നത്, മനുഷ്യൻ ചിന്തിച്ചത് എന്തൊക്കെ ചെയ്തതിലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്നാണ്. എന്തൊക്കെ അത് കൊടുക്കണോ, ഇത് കൊടുക്കണോ, ആ വളരണോ, ഈ വളരണോ, അല്ലെങ്കിൽ അത് അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു ഞാൻ അതൊന്ന് തിരിച്ചു വെച്ചു, ആ ദിശയൊന്ന് മാറ്റി. എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക. അതൊരു ഭയങ്കര, എൻ്റെ അഭിപ്രായത്തിൽ 20-ാം നൂറ്റാണ്ടിൽ ഉണ്ടായ ഈ ശാസ്ത്രത്തിൻ്റെ ഒരു ടൈം ചേഞ്ചറാണ്, അല്ലെങ്കിൽ ഗെയിം ചേഞ്ചറാണ് നമ്മുടെ പൊതു ആപേക്ഷികതാ സിദ്ധാന്തം, സാമാന്യാപേക്ഷികതാ സിദ്ധാന്തം, അല്ലെങ്കിൽ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റി. അതിൻ്റെ സമാനമായിട്ട് സാമൂഹ്യ ദർശനത്തിൽ, മനുഷ്യൻ്റെ ദർശനത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വലിയ ദർശനമാണിത്. അതായത് അതോടുകൂടി ഉണ്ടായ പ്രത്യേകത എന്താ വെച്ചാൽ, ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോടുകൂടിയാണ് മനുഷ്യൻ ആ ഒരു മെക്കാനിക്കൽ ചിന്തയിൽ നിന്ന്, അല്ലെങ്കിൽ അതുവരെ കേവല യുക്തിവാദം നമുക്കുണ്ടായിരുന്നു. അതായത് നമ്മൾക്ക് എന്തും ചെയ്യാൻ പറ്റും, മനുഷ്യനും എല്ലാ കഴിവുണ്ട്, അതാണ് ഇതാണ് എന്നുള്ള ആ ന്യൂട്ടോണിയൻ ഫിസിക്സിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായ കേവല യുക്തിവാദത്തിൽ നിന്നും കുറച്ചും കൂടി ആത്മീയമായ യുക്തിവാദത്തിലേക്കെന്നോ അല്ലെങ്കിൽ ആത്മീയതയിലേക്ക് മനുഷ്യൻ കടക്കുന്നത് ഈ ജനറൽ തിയറി ഓഫ് റിലേറ്റിവിറ്റിയോടുകൂടിയാണ്. അതനുസരിച്ച് മനുഷ്യന് നിയന്ത്രിക്കാവുന്നതും അറിയാവുന്നതുമായുള്ള ഒരു പരിധി ഉണ്ടെന്നും പ്രപഞ്ചമാണ് കൂടുതൽ ശരിയെന്നും പ്രപഞ്ചത്തിനെ തോൽപ്പിക്കാനൊന്നും മനുഷ്യന് കഴിയില്ല എന്നും. ഇപ്പോൾ ഉദാഹരണമായിട്ട് നമുക്ക് തന്നെ അറിയാലേ, ഈ ആറ്റമിക് ഊർജങ്ങൾ, ഇലക്ട്രോൺസിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും പിന്നീടുണ്ടായ നമ്മളെ ഫിസിക്സിലും അല്ലെങ്കിൽ ഭൗതികശാസ്ത്രത്തിലുണ്ടായ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇതൊന്നും പൂർണ്ണമായിട്ട് നമുക്ക് ബോധ്യമായിട്ടൊന്നും അല്ല, പക്ഷെ അങ്ങനെ വലിയൊരു മേഖല ഉണ്ട് എന്നുള്ള ആ തോന്നൽ മനുഷ്യനെ കുറച്ചും കൂടി വിവേകത്തിലേക്ക്, ഒരു വിസ്ഡത്തിലേക്ക് എത്തിക്കുന്നുണ്ട്. അപ്പോൾ അതിലിപ്പോൾ നിങ്ങൾ പറഞ്ഞ ആ ഒറ്റ വൈക്കോൽ വിപ്ലവത്തിലൂടെ അദ്ദേഹം മുന്നോട്ട് വെച്ചത് പിന്നെ എന്താണ്, ഇതാണ് ഇത്ര തന്നെ ഒഴിവാക്കാൻ, അതായത് എന്തൊക്കെയാണ് ഒഴിവാക്കാൻ പറ്റുമെന്ന് നോക്കി. അപ്പൊ നോക്കിയപ്പോഴാണ് അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു ഏറ്റവും നല്ല കൃഷിക്കാരൻ പ്രകൃതിയാണ്.
കാട്ടിലാണ് ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുന്നത്. അതെ. അവിടെ നമ്മൾ നമ്മുടെ നിയമങ്ങളോ നമ്മുടെ പിന്നെ കൃഷിയോ ഒന്നും നടത്തുന്നില്ല. അവിടെ ആരും വളമിടുന്നില്ല, അവിടെ ആരും വെള്ളം കൊടുക്കുന്നില്ല. പക്ഷെ അവിടെയാണ് ഏറ്റവും കൂടുതൽ വിളവുണ്ടാവുന്നത്. അവിടെയുള്ള നെല്ലി ആയിക്കോട്ടെ, മാവായിക്കോട്ടെ, എന്ത് സാധനം ആയിക്കോട്ടെ, അതിനൊക്കെ കൂടുതൽ വിളവുണ്ടാവുന്നുണ്ട്. അതെ. ബഷീർ മാഷിൻ്റെ ഒരു പുസ്തകം ഇറങ്ങിയല്ലേ ഈ അടുത്ത്, എന്തായിരുന്നു അതിൻ്റെ പേര്? ഒരു ഈർക്കിൽ വിപ്ലവം. അതിന്റെ അതിൽ പറയാൻ അത് തന്നെയാണ്. പക്ഷെ അതിന് ചെറിയ ചെറിയ കുറെ ഡെവലപ്മെന്റ് ഉണ്ടായി ഇന്ത്യയിൽ പ്രത്യേകിച്ച്. അതായത് ജൈവ കൃഷിയാണോ? അതായത് നിങ്ങൾ ആ ഒരു ഇതിൽ പറയുന്ന കാര്യം ജൈവ കൃഷി എന്നുള്ളൊരു തീമാണോ? കൃഷി പോലും മനുഷ്യനുണ്ടാക്കിയതാണ്. ശരിക്കും പറഞ്ഞാൽ പ്രകൃതിയാണ് യഥാർത്ഥത്തിൽ ശരി. പ്രകൃതിയിലാണ് ഏറ്റവും കൂടുതൽ വിളവ്, അതിന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിൽ ചെന്ന് നോക്കിയാൽ മതി. ഇപ്പോൾ ഈ കാട്ടിൽ ചെന്ന് നോക്കിയാൽ അവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ, ഇപ്പോൾ കൃഷി എന്ന് പറഞ്ഞാൽ എന്താ, സയൻറ്റിഫിക് ടേംസിൽ പറയുകയാണെങ്കിൽ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ അത് കാർബോഹൈഡ്രേറ്റ് ആക്കുക എന്നുള്ള പ്രക്രിയയാണ്. അത് നെല്ലാവണോ, പിന്നെ ഗോതമ്പാവണോ, മാങ്ങയാണോ, ചക്കയാണോ, തേങ്ങയാണോ എന്നുള്ളതൊക്കെ വേറെ കാര്യം. ഇത് ഏറ്റവും കൂടുതൽ നടത്തുന്ന എവിടെയാണ്? കാട്ടിലല്ലേ. അവിടെ ചെന്നിട്ടുണ്ടെങ്കിൽ അവിടെ നല്ല ചൂടുള്ള സമയത്ത് നല്ല തണുപ്പായിരിക്കും. കാരണം അവിടെ പെയ്യുന്ന സൂര്യപ്രകാശം മുഴുവൻ കൺവേർട്ട് ചെയ്തിട്ട് കാർബോഹൈഡ്രേറ്റ് ആക്കി സൂക്ഷിച്ച് വെക്കണം. അങ്ങനെ ചൂടില്ലാതെ ആവണം. അത്രയേ ഉള്ളൂ. മാത്രമല്ല അവിടെ എല്ലാ മരങ്ങളും ഒന്നിച്ചാ നിൽക്കുന്നത്. ഒരു തുള്ളി പോലും സൂര്യപ്രകാശം അങ്ങനെയാണെങ്കിൽ പോലും അവിടുത്തെ മാവിൽ നിങ്ങൾ നോക്കിയിട്ടുണ്ടെങ്കിൽ കാണാം ഭയങ്കര മാങ്ങുണ്ടാവും. പ്ലാവിലാണെങ്കിലും നെല്ലിയാണെങ്കിലും ഇതൊക്കെ നമുക്ക് ആലോചിക്കാൻ പറ്റാത്തത്ര ഉണ്ടാവും. അപ്പോൾ അത് പ്രകൃതിയാണ് ഏറ്റവും കൂടുതൽ ശരി. ഈ കൃഷി പോലും നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മളെ വിവരങ്ങളല്ല യഥാർത്ഥത്തിൽ എടുത്തിട്ടുണ്ട്. പ്രകൃതിയെ മനുഷ്യൻ കാലാകാലങ്ങളായി പഠിച്ച് അതിനെ നമ്മൾ അനുകരിക്കാൻ ശ്രമിച്ചതാണ്. ഈ ഇന്ത്യ, ആസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളിലൊക്കെ ഈ കുറേ ഗവേഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഒരു ബിൽ മോളിസൺ ഉണ്ടായിരുന്നു, ഓസ്ട്രേലിയക്കാരൻ. അദ്ദേഹത്തിൻ്റെ ആണ് പെർമാകൾച്ചർ എന്നിട്ടത്. അതിൽ കൂടുതൽ വസ്തുക്കൾ ഒന്നിച്ചുണ്ടാക്കി കൂടുതൽ വിളവുണ്ടാക്കുക. പിന്നെ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായിരുന്ന 2 പേരുണ്ട്. ഒന്ന് പിന്നെ ഒരു S.A. ദബോൽക്കർ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. ഒരു മാത്തമാറ്റിക്സ് പ്രൊഫസറായിരുന്നു, എൻ്റെ സുഹൃത്തായിരുന്നു. നമ്മളെ വീട്ടിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിലും പോയിട്ടുണ്ട്. പക്ഷെ അദ്ദേഹം 2003 മറ്റും മരിച്ചു. എൻ്റെ അഭിപ്രായത്തിൽ ഈ 1 സ്ട്രോ റെവല്യൂഷനാണ്, അല്ലെങ്കിൽ മസനോബു ഫുക്കോക്കയുടെ ഈ 1 സ്ട്രോ റെവല്യൂഷനാണ് യഥാർത്ഥത്തിൽ ഒരു ഷിഫ്റ്റ് ഉണ്ടാക്കിയത്. അതിന് തുടർച്ചയായിട്ട് ആണ് ബിൽ മോളിസൺ ഓസ്ട്രേലിയയിൽ കുറേ ഈ പെർമാകൾച്ചർ പോലുള്ള ഇതുണ്ടാക്കി. അതിന് പാരലായിട്ട് ഇന്ത്യയിൽ ഇതൊക്കെ ഒരു പ്രയോഗത്തിൽ വരുത്തിയ ഒരാളാണ് പ്രയോഗ് പരിവാർ എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു അസോസിയേഷനൊക്കെ ഉണ്ടായിരുന്നു ഈ മഹാരാഷ്ട്രയിൽ. ഈ S.A. ദബോൽക്കർ, ശ്രീപാദ് അമൃത് ദബോൽക്കർ, വേറൊരു ദബോൽക്കർ ഉണ്ടായിരുന്നു, ആൾക്ക് അയാളുടെ അനുജനാണ്. അയാളുടെ അനുജനാണ്. അപ്പോൾ അത് അദ്ദേഹത്തിന് ഈ ഭയങ്കര താല്പര്യമായിരുന്നു കൃഷിയിൽ. ശരിക്ക് എങ്ങനെയാണ് വിചാരിച്ച, ചെറുപ്പത്തിലെ അദ്ദേഹം ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ 10ാമത്തെ മോനായിട്ടാണ്, 11ാമത്തെ മോനാണ്. അപ്പോൾ ഈ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ അമ്മയുടെ കൂടെ ഇങ്ങനെ എപ്പോഴും നടക്കും. മറ്റൊരു വലിയ ആൾക്കാരായതുകൊണ്ട്. അപ്പോൾ അമ്മക്ക് അന്നൊരു സ്വാതന്ത്ര്യ സമര സേനാനിയൊക്കെ ആയിരുന്നു. അമ്മ ഒരു അടുക്കളത്തോട്ടം ഉണ്ടാക്കിയിരുന്നു, അമ്മയുടെ പരിചരിച്ചിരുന്നത്. അത് പരിപാലനം നടത്തുമ്പോൾ ഇങ്ങനെ എപ്പോഴും മോനും കൂടെ ഉണ്ടാവും.
അപ്പം കുട്ടിയാണെങ്കിൽ എപ്പോഴും ഇങ്ങനെ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിക്കും, അമ്മയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്കൊക്കെ പ്രോത്സാഹനം നൽകും, കഴിയുന്നതും പറഞ്ഞു കൊടുക്കും, അല്ലെങ്കിൽ അറിവിനോട് ചോദിക്കാൻ പറയും. അങ്ങനെയായിരുന്നു അമ്മ. അപ്പോൾ ഇവനിങ്ങനെ ചെറിയൊരു സംശയം വന്നു. ഈ മറ്റുള്ള മരങ്ങളൊക്കെ ഈ ചെടികളൊക്കെ നോക്കുമ്പോൾ ചെടി വലുതും അതിൻ്റെ ഫലം ചെറുതും. നേരെ മറിച്ച് മത്തൻ്റെ വള്ളിയിൽ നോക്കി മത്തൻ്റെ വള്ളി ചെറുതും ഫലം വലുതും. അപ്പോൾ ചോദിച്ചു ആ അമ്മയോട്, എങ്ങനെ ഈ മത്തൻ്റെ വള്ളിയിൽ മത്തൻ ഇത്ര വലിയ ഉണ്ടാക്കും? അപ്പോൾ അമ്മ അതുവരെ ആലോചിച്ചിട്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു, അത് ഈ മത്തൻ്റെ വള്ളിയോട് ചോദിച്ചു നോക്കും. അപ്പോൾ ഇത് 3 വയസ്സ് 4 വയസ്സായിട്ടുള്ളൂ. അത് അമ്മ എന്നെ കളിയാക്കുകയാണ്, മത്തൻ്റെ വള്ളി സംസാരിക്കില്ല എന്ന് എനിക്കറിയാലോ. അപ്പോൾ അമ്മ പറഞ്ഞെടുത്തു, മോനെ അങ്ങനെയല്ല, ഈ സസ്യങ്ങളൊക്കെ നമ്മൾ അവരെ സ്നേഹിക്കുകയാണെങ്കിൽ അവർ നമ്മളോട് പലതും ഇങ്ങോട്ട് പറയാനുണ്ട്. അത് നമുക്ക് അവരുടെ ഭാഷ നമ്മൾ മനസ്സിലാക്കണമെന്നാണ്. നമ്മൾ അവരെ സ്നേഹിച്ചാൽ ആ ഭാഷ നമുക്ക് മനസ്സിലാവും. അപ്പോൾ എപ്പോൾ അവർക്ക് വെള്ളം വേണമെന്നുള്ളത് അവർ നമ്മളോട് പറയും, എപ്പോൾ അവർക്ക് അപ്പോൾ അതൊക്കെ തന്നെ നമ്മളവരെ സ്നേഹിച്ചാൽ മതി എന്നാൽ അവർ പറഞ്ഞോളൂ, ശ്രദ്ധിച്ചാൽ മതി. ഇങ്ങനെയുള്ള ഈ കുട്ടിക്ക് അന്ന് 3 വയസ്സുള്ളൂ. 6 വയസ്സ് 5 വയസ്സായപ്പോഴേക്ക് ആ നാട്ടുകാരൊക്കെ അവനെ മത്തൻ ഡോക്ടർ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം എന്താ വെച്ചാൽ ഒരു മത്തൻ്റെ വള്ളിയിൽ എത്ര മത്തൻ ഉണ്ടാവും അവൻ പറയും. മാത്രമല്ല ഇന്ന നോഡിൽ ഇത്ര വലിയ മത്തൻ ഉണ്ടാക്കണം എന്ന് ഉണ്ടെങ്കിൽ അവൻ അവിടെയും ഇവിടെയും തിരിച്ചിട്ട് ആയിക്കൂടെ മത്തൻ ഉണ്ടാക്കി തരും. ഇവൻ പിന്നീട് വലിയതായി അവൻ ഒരു മാത്സ് പ്രൊഫസറായി. അങ്ങനെ ഇരിക്കുമ്പോഴും ഈ കൃഷിയിൽ ഭയങ്കര താല്പര്യമാണ്. അങ്ങനെ ഇദ്ദേഹം കുറേ പരീക്ഷണങ്ങൾ നടത്തി. ഈ മഹാരാഷ്ട്രയിലെ ഈ മുന്തിരി കർഷകരെ ഒന്നായിട്ട് അദ്ദേഹത്തിൻ്റെതായ ഒരു സംഘം ഉണ്ടാക്കിച്ചു. മറാഠ്വാഡ ഗ്രേപ്പ് ഗ്രോവേഴ്സ് അസോസിയേഷൻ ഉണ്ടാക്കി. എങ്ങനെ മുന്തിരി ഏറ്റവും കൂടുതൽ വിളവുണ്ടാക്കാമെന്ന് അദ്ദേഹം അതിനെ പിടിച്ചിട്ട് തിരിച്ചിട്ട് മദർ, ഡോട്ടർ, ഗ്രാൻഡ് ഡോട്ടർ ഒക്കെ പറഞ്ഞിട്ട് കുറേ സംജ്ഞകളുണ്ട്. അപ്പോൾ ഏറ്റവും അവസാനം ഇതിങ്ങനെ പിടിച്ചു തിരിച്ചാൽ ഇപ്പോൾ സംഗതി എന്തുള്ള വെച്ചാൽ ഒരു മത്തൻ്റെ വള്ളി ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ഓരോ നോഡിലും ഉണ്ടാവില്ല. അപ്പോൾ 15 ആകുമ്പോൾ അതിൽ 5 ചെറുതായിരിക്കും. അവിടെയാണ് മുറിച്ച് കളഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എല്ലാ നോഡിലൂടെയും ഓരോ വള്ളികൾ വരും. ഈ വള്ളികൾ വരുമ്പോൾ ഈ ആദ്യത്തേത് ഗ്രാൻഡ് മദറാണ്, ഇത് മദറായി വരും. ഈ മദറിന് പിന്നെ ഇത് 15 ഇല ആകുമ്പോൾ ഈ 5 കട്ട് ചെയ്യുക. 5 കട്ട് ചെയ്യുമ്പോൾ ഈ ഇതിൽ അതാണ് ഗ്രാൻഡ് ഡോട്ടർ. അപ്പം ഈ ഗ്രാൻഡ് ഡോട്ടറിലാണെങ്കിൽ 3ാമത്തെ തലമുറയിലാണ് അതിൻ്റെ എല്ലാ നോഡിലും ഓരോ മത്തുണ്ടാവും. ഇതാണ് അദ്ദേഹം ഇതിലൂടെ ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ അത് അദ്ദേഹം പിന്നെ ഈ മുന്തിരിയിലേക്കും പ്രയോഗിച്ച് അതിലും ഭയങ്കര സക്സസ് ആയി. അങ്ങനെ അന്ന് അവർ ആ കാലം ഇപ്പോൾ ഞാൻ 90കളിലാണ് അദ്ദേഹമായിട്ട് ബന്ധപ്പെട്ടത്. അദ്ദേഹം നമ്മുടെ വീട്ടിൽ വന്നു. അന്ന് ഈ ഗ്രേപ്പ് ഗ്രോവേഴ്സ് മറാഠ്വാഡ ഗ്രേപ്പ് ഗ്രോവേഴ്സ് അസോസിയേഷൻ അന്ന് എന്നത്തെ ഏറ്റവും വലിയൊരു മാർക്കറ്റായിരുന്നു ലണ്ടൻ മാർക്കറ്റ്. ആ ലണ്ടൻ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ ജൈവ മുന്തിരി കൊടുത്തിരുന്നത് അന്ന് വരായിരുന്നു. പിന്നീട് ഞാൻ അവരായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. അപ്പോൾ ഇദ്ദേഹം എഴുതിയ ഒരു പുസ്തകമുണ്ട്, പ്ലൻറ്റി ഫോർ ആൾ എന്നാണ് എൻ്റെ പേര്. അതിൽ അദ്ദേഹം വളരെ വ്യക്തമായിട്ടും കൃത്യമായിട്ടും ഒരു ഗണിതശാസ്ത്ര വിദഗ്ധൻ്റെ ആക്യുറസിയോടുകൂടി തന്നെ ആ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നുണ്ട്. ഇപ്പോൾ ഇവിടെ പെയ്യുന്ന സൂര്യപ്രകാശം, ഈ സൂര്യപ്രകാശത്തിന് ഓരോ ചെടിക്കും എടുക്കാൻ കഴിയുന്ന എനർജി അതിലെത്ര ശതമാനമാണ്. അങ്ങനെ എടുക്കുകയാണെങ്കിൽ ഇന്ത്യ പോലുള്ള ഒരു രാജ്യം തന്നെ ലോകത്തിലെ ഏറ്റവും സമ്പന്നമാണ്. അപ്പോൾ അതിൽ പെയ്യുന്ന അപ്പോൾ അതിൽ തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, പിന്നെ അന്ന് നമ്മൾ ഉപയോഗിക്കുന്ന ആവറേജ് ഊർജം ഉണ്ടല്ലോ, ആ ഊർജത്തിൻ്റെ 89 ഇരട്ടിയാണ് അമേരിക്കക്കാരൻ ഉപയോഗിക്കുന്ന ആവറേജ് ഊർജം. അവരത്രയും ചിലവാക്കുന്നുണ്ട്. അത് അന്ന് വിയറ്റ്നാമിൽ യുദ്ധം ചെയ്യാനും ബോംബിടാനും മറ്റൊക്കെ ആയിരുന്നെങ്കിൽ പോലും
അങ്ങനെ അവർ ചിലവാക്കുന്നുണ്ട്. അതിനേക്കാളും കൂടുതൽ ഊർജം ഉണ്ടാക്കാൻ ഇന്ത്യക്ക് ഉണ്ടാവാൻ ഒരു പ്രയാസമില്ല. ലോകത്തിലെ ഏറ്റവും കൂടുതൽ കൃഷിഭൂമിയുണ്ട്, മാൻ പവർ ഉണ്ട്. അതെ, ശാസ്ത്രപരമായിട്ടും യോജിച്ച സ്ഥലമാണ് ഒരു സ്ഥലം. അതായത് സൂര്യപ്രകാശം വേണ്ടത്രയുള്ള ഒരു സ്ഥലമാണ്. സൂര്യപ്രകാശമുണ്ട്, വെള്ളമുണ്ട്, ഒക്കെ ഉണ്ട്. അപ്പോൾ അത്രയും ഊർജം, അതായത് നമ്മളിവിടുള്ളതിൻ്റെ 79 ഇരട്ടി ഊർജം ഉണ്ടാക്കാൻ നമുക്ക് ഇവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ 1% കിട്ടിയാൽ മതിയെന്നാണ്. നേരെ മറിച്ച് നമ്മളെ നെല്ല് പോലുള്ള ഈ C4 വർഗത്തിൽപ്പെടുന്ന ആ ചെടിക്ക് പോലും 4% വരെ ഊർജം സ്വീകരിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ, നേരെ മറിച്ച് കാട്ടിലാണെങ്കിലോ എത്ര ഊർജ്ജമാണ് ഉണ്ടാവുന്നത്, നമുക്കതിന് വളരെ കുറച്ച് മതി. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യാതെ തന്നെ നമുക്ക് ആവശ്യമുള്ള ഒരു ലിഥിയം വേണ്ട, ഒരു മറ്റുള്ള എനർജിയുടെ ഒന്നും പോകേണ്ടതില്ല. നമുക്ക് ഇവിടെ വിഭവം ഉണ്ട്. അത് വെറുതെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന അതിനെ ലോകത്തിലെ ഏറ്റവും നല്ല സോളാർ എനർജി സെല്ലായിട്ടുള്ള ഇത് സോളാർ ബാറ്ററി ആണല്ലോ ഇപ്പോൾ ഈ പച്ചല എന്ന് പറയുന്നത്. അതിനെ ഉണ്ടാക്കാൻ നമ്മൾ കുറച്ച് വിത്തുകൾ വെച്ചിടുക, അതിനെ സംരക്ഷിച്ചാൽ മതി, എന്നാൽ തന്നെ ഉണ്ടാവുമെന്നാണ് അദ്ദേഹം അതിലൂടെ പറയുന്നത്. അല്ല, ഇനി അദ്ദേഹത്തിന്റെ പോകുന്നൊരു വലിയ വിപ്ലവം യഥാർത്ഥത്തിൽ ഒരു കാർഷിക വിപ്ലവമാണല്ലോ. അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് ശരിക്കും യഥാർത്ഥത്തിൽ അതിലൊന്നും നമ്മൾ ചെയ്യേണ്ടതില്ല, നമുക്ക് ചെയ്യാതിരുന്നാൽ മതി. അവിടെയാണ് നമ്മൾ ചെയ്യല്ല വേണ്ടത്, ചെയ്യാതിരിക്കാം. അതെ, എന്തൊക്കെ ചെയ്യാതിരിക്കണം എന്നുള്ളത് മാത്രം നോക്കിയിട്ടുണ്ടെങ്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്ന രാജ്യം ഇന്ത്യ ആവുന്നു. ഇന്ത്യക്ക് അതിന് വേണ്ട എല്ലാ കഴിവുണ്ട്. ഇപ്പോൾ ഈ ലോകത്തിനെ മുഴുവൻ തീറ്റിപ്പോറ്റാനുള്ള കഴിവ് പോലും ഇന്ത്യക്കുണ്ട്, അവിടെ പെയ്യുന്ന സൂര്യപ്രകാശത്തിൻ്റെ എനർജി ടേംസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ. അപ്പോൾ അതാണ് അദ്ദേഹം പറഞ്ഞ, അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൻ്റെ പേര് പ്ലൻറ്റി ഫോർ ആൾ, S.A. ദബോൽക്കർ. നിങ്ങൾ ഗൂഗിളിൽ അടിച്ചാൽ മതി എന്നാൽ കിട്ടും. അപ്പോൾ ഇതാണ് സംഭവം നടത്തുക. അതിൻ്റെ മറ്റൊരു അതായത് പ്രകൃതിയാണ് പൂർണ്ണമെന്നും പൂർണ്ണത പ്രകൃതിക്കാണെന്നും നമുക്ക് ഒരിക്കലും അതിനെ തോൽപ്പിക്കാൻ കഴിയില്ല എന്നും എന്ന ഒരു വിനയം യഥാർത്ഥത്തിൽ ഈ ശാസ്ത്രീയ ബോധത്തിൻ്റെ ഭാഗമായത് ഈ പൊതു ആപേക്ഷികത സിദ്ധാന്തത്തിന് ശേഷം അത് കൃഷിയിലേക്ക് വന്നത് ആണ് ഈ മസനോബു ഒക്കെ ചെയ്തതെന്നാണ് എൻ്റെ അഭിപ്രായം. നടത്തുന്നത് സാറ് ഇപ്പോൾ ഈ ആർത്തവ പഠനം എന്ന ഈ പുസ്തകം ഉണ്ടല്ലോ സാറിൻ്റെ, അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ ഈ നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണ്. ഇപ്പോൾ സാറിപ്പോൾ നേരത്തെ പറഞ്ഞ ഒറ്റയിർക്കൽ വിപ്ലവം അത് കൃഷിയുമായി ബന്ധപ്പെട്ടാണ്. ഇനി സാറിൻ്റെ ആദ്യത്തെ ഒരു പുസ്തകം ഉണ്ടല്ലോ അനുയോജ്യ വിദ്യാഭ്യാസം, അല്ലേ? ഒരുപാട് ചർച്ചകളൊക്കെ ചെയ്ത്, കാരണം സാറ് കേരളത്തിലെ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കൂടെ ആയിരുന്നു. എത്ര വർഷം സാറ് ഉപഡയറക്ടറായിട്ടുണ്ടായിരുന്നു? മലപ്പുറം 7 വർഷം. മലപ്പുറത്ത് 2 വർഷം. പിന്നെ വിദ്യാഭ്യാസ ഓഫീസറായിട്ടുണ്ടായിരുന്നു. അപ്പം വിദ്യാഭ്യാസ മേഖലയിൽ വിപ്ലവകരമായ ഒരു ഇത് പറഞ്ഞു, പ്രകൃതിയോട് ഇണങ്ങുന്ന ഒരു രീതി പറഞ്ഞു. അതോടൊപ്പം തന്നെ ഭക്ഷണം, നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങുന്ന ഭക്ഷണം, അതുപോലെ തന്നെ നമ്മുടെ പ്രകൃതിയോട് ഇണങ്ങുന്ന വിദ്യാഭ്യാസത്തെക്കുറിച്ച് കൂടി സാറ് പറഞ്ഞു. അത് എൻ്റെ അഭിപ്രായത്തിൽ ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഒരു ബൈ പ്രൊഡക്റ്റാണ്. ഈ സാമാന്യ ആപേക്ഷികതാ സിദ്ധാന്തത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു വിസ്ഡം എന്ന് തന്നെ പറയാം, സയൻറ്റിഫിക് വിസ്ഡം ഉണ്ട്. അതായത് പ്രകൃതിയാണ് ശരി, അതാണ് മൗലികമായത്, അതിനെ നമുക്ക് തോൽപ്പിക്കാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അത് എല്ലാം ഇവിടെ പെർഫെക്റ്റായിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഒരു കുഞ്ഞിന് നമ്മൾ പരമാവധി വികസിക്കാൻ വേണ്ടതേ ചെയ്യേണ്ടുള്ളൂ. അതല്ലാതെ നമ്മൾ അങ്ങോട്ട് കൊണ്ടു കൊടുക്കുന്ന ആ ഒരു അന്ധവിശ്വാസം നമ്മൾ തന്നെ, ഇപ്പോൾ ഏതുപോലെ രോഗം നമ്മൾ ചികിത്സിക്കണം എന്ന് വിചാരിക്കുന്ന പോലെ തന്നെ നമ്മൾ കുട്ടിയെ പഠിപ്പിക്കണം എന്നുള്ള ആ അന്ധവിശ്വാസം ഒഴിവാക്കി
അവന് സ്വയം പഠിക്കാൻ ആവശ്യമായ സാഹചര്യങ്ങൾ, ഒരു സാഹചര്യം. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ നിങ്ങൾ കേട്ടു, നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോയെന്നറിയില്ല, ഈ ചൈനക്കാര് അവിടെ കുട്ടികളെ കണക്ക് പഠിപ്പിക്കണില്ല. കണക്ക് സ്വയം കുട്ടികൾ പഠിക്കാനും കണ്ടെത്താനും ആ പ്രശ്ന പരിഹാരത്തിനും വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കും. കുട്ടി സ്വയം പഠിച്ചോളും, സ്വയം അവരെത്തണം, അതല്ലാതെ നമ്മൾ എത്തിക്കൂല എന്നർത്ഥം. അതെ, സാറ് പറഞ്ഞ ഈ ഒരു സംഗതി ഇപ്പോൾ നമുക്കറിയാം, DPP വന്ന് അതിനുശേഷം ഇപ്പോൾ സ്വയം പഠനവും അതുപോലെ തന്നെ പിന്നെ വിമർശനാത്മക പഠനവും, പിന്നെ ഇപ്പം നമുക്കറിയാം, ഇപ്പം വൈഗോട്സ്കിയുടെ പിന്നെ ജ്ഞാനനിർമ്മിതിവാദം അതിലാണ് എത്തി നിൽക്കുന്നത്. അപ്പം അത് അങ്ങനെയാണെന്ന് പറയുമ്പോഴും നമ്മൾ ക്ലാസ് റൂമിൽ അത് പ്രാവർത്തികമാക്കാൻ കഴിയാത്തൊരവസ്ഥ ഇതാണ് നിലവിലുള്ളത്. എന്താണ് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പിന്നെ തത്വശാസ്ത്രം എഴുതി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ ഹാൻഡ് ബുക്കിലൊക്കെ ഉണ്ട്. അതേ സമയത്ത് നമ്മുടെ ക്ലാസ് റൂമിൽ ഈ ജ്ഞാനനിർമ്മിതിവാദം, അതായത് ജ്ഞാനം നിർമ്മിക്കുകയാണല്ലോ, നോളജ് കൺസ്ട്രക്റ്റിവിസം, അതും അതോടൊപ്പം തന്നെ കുട്ടി സ്വയം പഠിക്കലും ഈ പിയർ ഗ്രൂപ്പ് സ്റ്റഡിയും അതോടൊപ്പം തന്നെ ഇങ്ങനെയുള്ള സംഗതികളൊക്കെ ഉണ്ടെങ്കിലും പൂർണ്ണമായിട്ടും ഈ ഒരു പിന്നെ രീതിയിലേക്ക് എത്താൻ കഴിയാത്തത് എന്തായിരിക്കും? അതാണ്, അവിടെയാണ് ഏറ്റവും വലിയ തമാശ. ഈ വിദ്യാഭ്യാസ രീതി ആരുണ്ടാക്കിയ ഏത് കാലത്തുണ്ടാക്കിയ? ബ്രിട്ടീഷുകാരുടെ കാലത്ത് എന്തായിരുന്നു അവരുടെ ആവശ്യം? അവർ നമ്മളെ എന്താ പറഞ്ഞിരുന്നത്? പ്രജകളാണോ അതോ പൗരന്മാരാണോ? പ്രജകളാ. അവര് പറഞ്ഞിരുന്ന പേരെന്താ അറിയോ? സബ്ജക്ട്സ്. നമ്മളൊക്കെ സബ്ജക്ട്സ് ആണ്, വെറും വിഷയമാണ്, മനുഷ്യനല്ല, വ്യക്തിയല്ല, പേഴ്സണല്ല, ഇൻഡിവിജ്വൽ അല്ല, ഒരു ജെന്റിൽ മാൻ എന്ന ഇത് ഇല്ല. നമ്മളൊക്കെ സബ്ജക്ട്സ് ആണ്. ഈ സബ്ജക്ട്സിനെ വളർത്തിയെടുക്കാനുള്ള ഒരു വിദ്യാഭ്യാസ രീതിയാണ്. അതിൻ്റെ മുമ്പും ഇവിടെ വിദ്യാഭ്യാസം ഉണ്ടായിരുന്നു, അന്ന് സബ്ജക്ട്സിനല്ല. ഈ ഇന്നത്തെ വിദ്യാഭ്യാസ രീതി സബ്ജക്ട്സിനുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്, അതായത് പ്രജയുണ്ടാക്കാൻ വേണ്ടിയുള്ളതാണ്. അതല്ലാതെ അതിൻ്റെ ഉള്ളിൽ, അതിൻ്റെ സംവിധാനത്തിൽ കുട്ടി പഠിച്ചോളണമെന്നില്ല, അധ്യാപകൻ പഠിപ്പിച്ചോളണമെന്നില്ല. പക്ഷേ പ്രജയ്ക്ക് ആവശ്യമായ എല്ലാ ഗുണങ്ങളും ആ സമയം കൊണ്ട് അവന് കിട്ടണം. അതെന്തൊക്കെയാണ്? അനുസരണശീലം, യജമാന ഭക്തി, യജമാനോടുള്ള ബഹുമാനം, ആദരവ്, അവൻ്റെ സംസ്കാരത്തോടുള്ള ആദരവ്, അവൻ്റെ ഭാഷയോടുള്ള ആദരവ്, അവൻ്റെ ഡ്രസ് കോഡിനോടുള്ള ആദരവ്, അവൻ്റെ സാഹിത്യത്തോടുള്ള ആദരവ്. ഇതൊക്കെ ഉണ്ടായിട്ടില്ലേ? ഇതൊക്കെ എപ്പോഴും ഇല്ലേ? അതേ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ സ്വതന്ത്ര ഇന്ത്യ, ജനാധിപത്യം കിട്ടിയ ഇന്ത്യ നിങ്ങൾ പറയണ്ടല്ലോ. ഈ ഡെമോക്രാറ്റിക്കായ ഇന്ത്യയിൽ ഉള്ള പൗരന് പ്രജയാണോ? പൗരനല്ലേ? ഈ പൗരനും പ്രജക്കും ഒരേ സ്വഭാവമാണോ വേണ്ടത്? ഇവിടെയാണ് ചോദ്യം. ഈ ഗുണങ്ങൾ ആണ് ചോദ്യം. ഈ ഗുണങ്ങൾ രണ്ടും ഒന്നാണോ? അല്ലല്ലോ. അപ്പോൾ അതിന് അതിൻ്റെതായ വ്യത്യാസം വേണം. ഇന്നിപ്പോ കുട്ടിക്ക് പ്രാധാന്യം കൊടുക്കണം. കുട്ടിക്ക് മാത്രമല്ല, അധ്യാപകനും പ്രാധാന്യം കൊടുക്കണം. അവർക്ക് രണ്ടും അല്ലാതെ വേറെ ആർക്കും പ്രാധാന്യം കൊടുക്കരുത്. ഇന്നിപ്പോ വിദ്യാർത്ഥിയും അധ്യാപകനും 7 മാഷും ഇനി AEOയും DEOയും DEOയും DDയും ഒക്കെ തന്നെ പൂർണ്ണമായിട്ടും ഒരു സ്വാതന്ത്ര്യവും ഇല്ലാതെയാണ്, സിസ്റ്റത്തിന് കീഴിലാണ്. ആ സിസ്റ്റം നടക്കുക എന്നുള്ളതല്ലാതെ ഇവർക്കാർക്കും ഇത് എനിക്കിപ്പോൾ ഇത് കഴിയോ, ഞാനത് ചെയ്യണോ, എനിക്കതിനിപ്പോൾ മൂടില്ലല്ലോ എന്ന് ആലോചിച്ചാൽ എന്തായിരിക്കും സ്ഥിതി? ഓനവിടെ ഇരിക്കാൻ പറ്റുമോ? അപ്പോൾ ഇന്ന് കുട്ടിക്ക് പഠിക്കണോ പഠിക്കണ്ടെന്ന് ഒരു പക്ഷേ തീരുമാനിക്കാനുള്ള, ഓന് ഒളിച്ചോടിപ്പോവാം, രക്ഷപ്പെട്ടു, അതായത് ആൻറ്റി സോഷ്യലാവാം. അതല്ലാതെ സോഷ്യലാണെങ്കിൽ
അവൻ ഇവിടെ ഇരിക്കുക അല്ലാതെ വേറെ എന്താ നിവൃത്തി? എനിക്കിപ്പോൾ ഒന്ന് വെറുതെ ഇരിക്കണം, എനിക്കിപ്പോൾ ഇത് പഠിച്ചാൽ വയ്യ, കണക്ക് എനിക്ക് കുറച്ച് പ്രയാസമുള്ളതാണ്, അതുകൊണ്ട് ഞാൻ ഇപ്പം എനിക്കത് തല പോവില്ല എന്ന് ഓന് പറയാൻ പറ്റുമോ? ഇനി അധ്യാപകന് പറയാൻ പറ്റും, ഇന്ന് കുട്ടികൾക്ക് ശരിയല്ല, ഈ ഉച്ചക്ക് ഊണ് കഴിച്ച വയറ് നിറഞ്ഞ നേരത്ത് ഞാൻ കണക്ക് പോയി പഠിപ്പിച്ചിരുന്നേ, അത് ശരിയാവില്ല എന്നല്ല, എനിക്കിപ്പോൾ അതിന് വയ്യ ഇന്ന് അധ്യാപകന് പറയാൻ പറ്റുമോ? അപ്പോൾ ഈ സമയത്ത് ഇത് പഠിക്കുക എന്ന് പറഞ്ഞാൽ എന്തിനാണ്? അത് പഠിക്കാൻ വേണ്ടിയിട്ടല്ല. ആ സമയത്ത് പക്ഷെ ഇവന് അതോടുകൂടി അപ്പോൾ അങ്ങനെ ഇപ്പം നിങ്ങൾ നോക്കൂ, ഒരു കുട്ടിയെ സ്കൂളിൽ എത്തുന്നതിൻ്റെ മുമ്പ് ആ കുട്ടി തൂറാനും പാത്താനൊക്കെ വല്ല നിയമം ഉണ്ടായിരുന്നു? ഇല്ലല്ലോ. അവന് ഇഷ്ടമുള്ളപ്പോൾ പാത്താം, ഇഷ്ടമുള്ളപ്പോൾ തൂറാം, അല്ലെങ്കിൽ കരയാം, ഇനി എന്ത് വേണമെങ്കിലും ചെയ്യാം. നേരെ മറിച്ച് സ്കൂളിൽ വന്നാലോ അവൻ്റെ എല്ലാ ചലനങ്ങളും, എന്തിന് സ്വാഭാവികമായ ചലനങ്ങൾ പോലും റെസ്ട്രിക്റ്റ് അവിടെ ഇരുത്തുകയാണ്. അനങ്ങരുതടാ, തിരിയരുത്, മറിയരുത്, അങ്ങോട്ട് നോക്കരുത്, ഇങ്ങോട്ട് നോക്കരുത്, മിണ്ടരുത്, അല്ലേ? അങ്ങനെയുള്ള ഒരു ജയിലാണ് നമ്മളെ സ്കൂൾ എന്ന് പറഞ്ഞത്. യഥാർത്ഥത്തിൽ നമ്മൾ ഇപ്പോഴും ആ വളരെ സുന്ദരമായി വെള്ളക്കാരനെ എന്നെ സെർവ് ചെയ്യണം. ഇന്നും നമുക്ക് ഇപ്പോൾ ഇംഗ്ലീഷിൽ ആ ഇംഗ്ലീഷുകാരനും ഇംഗ്ലീഷും അല്ല ഇംഗ്ലീഷ് സാഹിത്യമൊക്കെ എത്ര ഭയങ്കരമായ ഉയർന്ന നിലവാരമുള്ളതാണ്. നേരെ മറിച്ച് യഥാർത്ഥത്തിൽ ഏതാ രാജ്യം നോക്കണം, ലോകത്തിലെ ഏറ്റവും സമ്പന്നമായിരുന്ന സാമ്പത്തികമായിട്ടും സാഹിത്യപരമായിട്ടും ഇപ്പം മഹാഭാരതവും പിന്നെ ഉപനിഷത്തുകളും ഇതൊക്കെ അതിനൊന്നും വെല്ലാൻ ലോകത്ത് വളരെ കുറഞ്ഞ രാജ്യങ്ങളേ ഉള്ളൂ. അത്രയും വലിയൊരു സാഹിത്യം എന്ന് പറയുന്നത് പോലും. അങ്ങനത്തെ ഇപ്പം നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, 1700 ഇപ്പോൾ ഇന്നത്തെ ലഭ്യമായ നമ്മളെ വിവരം വെച്ചിട്ട്, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് വെച്ചിട്ട്, അന്നത്തെ GDPയുടെ 27%, ലോക GDPയുടെ 27% ഇന്ത്യക്കാരാണ്. 1800 അത് 25% കുറഞ്ഞു. അപ്പോഴേക്ക് ഈ കുരങ്ങന്മാർ വന്ന് ഈ കവർച്ച തുടങ്ങിയിരിക്കുന്നു. ഈ 1800 അത് 25%. ഈ 1800 കൂടി നമുക്കറിയാലോ അവർ കീഴടക്കിയിരുന്നു. 1947 അവർ പോയത്. അപ്പോൾ ഇത് 1.7%. 25% ഉണ്ടായിരുന്നത് 2% കുറഞ്ഞു. ഈ നമ്മളൊക്കെ വിചാരം ഈ വെള്ളക്കാരൻ തന്ന ഈ വിദ്യാഭ്യാസ രീതി കൊണ്ട് നമ്മളൊക്കെ വിചാരം നമ്മൾ മഹാപൊട്ടന്മാരും, നമ്മൾ മഹാ സംസ്കാര ശൂന്യരും, നമ്മൾ ദരിദ്രരുമായിരുന്നു. അല്ല, നമ്മൾ ഭയങ്കര സമ്പന്നരായിരുന്നു. ഈ സമ്പത്ത് ഇന്നല്ല, സഹസ്രാബ്ദങ്ങളായിട്ട് ഈ ലോകത്തിൻ്റെ മനുഷ്യൻ്റെ ചരിത്രമുള്ള അന്ന് മുതലേ അങ്ങനെയാണ്. ഇന്ത്യയുടെയും ചൈനയുടെയും അവസ്ഥ അതാണ്. ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ 2 രാജ്യങ്ങൾ, ബാക്കിയുള്ളവരെല്ലാവരും കൂടിയും കൂട്ടിയാൽ അവരെത്ര എത്തൂല. നേരെ മറിച്ച് ഇവരെ ഈ പ്ലണ്ടറിങ്, അതായത് ഈ കവർച്ച കാരണം ഈ 150 കൊല്ലം കൊണ്ട് നമ്മളെ ഭീകരമായി തകർക്കുക മാത്രമല്ല, ആ തകർച്ച നമുക്കൊരിക്കലും മനസ്സിലാവാത്ത അവസ്ഥയിലാക്കാൻ നമ്മളെ ഈ വിദ്യാഭ്യാസം കൊണ്ടായി. ഗാന്ധിജി പറഞ്ഞു, 1915 അദ്ദേഹം എഴുതിയതാണ്, ഇന്ത്യക്കാരെ അടിമയാക്കിയത് വെള്ളക്കാരനല്ല, ബ്രിട്ടീഷുകാരനല്ല എന്നാണ് പറഞ്ഞത്. ഈ മഹാഭാവത്തിൻ്റെ മുനതിരിയുന്നത് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ലഭിച്ച ഇന്ത്യക്കാരുടെ നേർക്കാണെന്നാണ്. അത് സത്യല്ലേ?
ഇന്നും നമുക്ക് വെള്ളക്കാരൻ ഈ അദ്ദേഹം പറഞ്ഞത് ഭൗതികമായ അടിമത്തല്ല, മാനസികമായ, സാംസ്കാരികമായ, സാമൂഹ്യമായ, വിദ്യാഭ്യാസപരമായ അടിമത്തം. അത് ഇന്നും നിലനിൽക്കാനുള്ള പ്രധാന കാരണം അല്ല, അദ്ദേഹം അതിനൊരു ബദൽ എന്നുള്ള നിലക്ക് ഇന്നിപ്പോ നിങ്ങൾ തന്നെ നോക്കിക്കോളൂ, ലോകത്തിലെ 20% വരും നമ്മൾ, ഏകദേശം 1/5, ചൈനയും 1/5 വരും. ലോകത്തിൽ പണ്ട് കാലത്ത് ഇപ്പോൾ ഉദാഹരണമായിട്ട് 0 കണ്ടെത്തൽ അന്ന് വരെ ഉണ്ടായ 1500 വരെ ഉണ്ടായിരുന്ന നമ്മുടെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ, ഇന്നത്തെ നമ്മളെ സയൻറ്റിഫിക് കോൺട്രിബ്യൂഷൻ, ഇന്നിപ്പോൾ പാറ്റൻറ്റിൻ്റെ ഇതുണ്ടല്ലോ, ആ പാറ്റൻറ്റ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന എത്ര ആപ്ലിക്കേഷൻ ഉണ്ട്, എത്ര പിന്നെ അത് ഇൻവെൻഷൻ പാസ്സാക്കി കിട്ടിയിട്ടുണ്ട്, അപ്രൂവ്ഡ് ആയിട്ടുള്ള എത്ര പാറ്റേൺ ഒന്ന് നോക്കുക. 20% പോയിട്ട് 1% പോലും ഉണ്ടോ? എന്താ അതിന് കാരണം? വിദ്യാഭ്യാസത്തിലെ കാരണം എന്തായാലും നമ്മളെ കുട്ടികളെ യഥാർത്ഥത്തിൽ അടിമയാക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഗണിതം പോലുള്ള കണക്ക്, ഞങ്ങൾ കണക്ക് മാഷാണ്, കണക്ക് പോലുള്ള ശരിക്കും അതിനെ പറയും ഒരു ഹയർ ഓർഡർ ലേണിംഗ് ആണ്. കാരണം അതിൽ ഒരു വസ്തു കാണിച്ചു തരാനല്ല, ഒക്കെ സങ്കല്പങ്ങളാണ്. ഈ സിമ്പിളുകളും സങ്കല്പങ്ങളും കുറേ അടയാളങ്ങളും സങ്കല്പങ്ങളും കൊണ്ട് പടുത്തുയർത്തിയതാണ് ഈ ഗണിതം എന്ന് പറയുന്നത്. ഇത് ഒരു ബാഹ്യ സമ്മർദ്ദം കൊണ്ട് ഇപ്പോൾ നിങ്ങളെ ഇപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു ജോലി ചെയ്യിപ്പിക്കാം, അത് എടുപ്പിക്കാം, അതിന് മർദ്ദിച്ചാലോ അല്ലെങ്കിൽ ഉപദ്രവിച്ചാലോ ഒക്കെ നിങ്ങൾക്ക് പേടിയുണ്ടാക്കിയാൽ മതി. അതേപോലെ പറ്റുന്ന കാര്യമല്ല ഈ കണക്ക് പഠിക്കുക. അപ്പോൾ അത് ഈ ബാഹ്യ സമ്മർദ്ദങ്ങളൊന്നും ഇല്ലാതെ ആന്തരികമായ ഒരു ചോദന, ആന്തരികമായ ഒരു വെല്ലുവിളി, ആന്തരികമായ ഒരു ജിജ്ഞാസ, ഈ താല്പര്യം അല്ലെങ്കിൽ ഒരു വിനോദബോധം, അത് എനിക്ക് നേടണം എന്നുള്ള ആ ബോധം ആണ് വേണ്ടത്. അത് ഒരിക്കലും നിങ്ങൾ ഈ സ്കൂളിൽ ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ ഒരു സത്യം പറയട്ടെ, അപ്പോൾ അടുത്ത ദിവസം ഞങ്ങൾ ഈ റിട്ടയർ ചെയ്ത എഡ്യൂക്കേഷൻ ഓഫീസേഴ്സ് ഒന്നായിട്ടൊന്ന് കൂടി, ഞാൻ പേരൊന്നും പറയുന്നില്ല. അപ്പോൾ അതിൽ കേരളത്തിലെ പ്രത്യേകിച്ചും എയ്ഡഡ് സ്കൂളുകൾക്കും വിദ്യാഭ്യാസ വകുപ്പിനാകെ ഏറ്റവും കൂടുതൽ വിജയപ്രദമായ പല പല പ്രശ്നങ്ങളും തരണം ചെയ്ത ഒരു നേതാവുണ്ടായിരുന്നു, ഒരു DPI. അപ്പോൾ ഞാൻ അവരോട് കണക്കിനെ കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ എന്താ അറിയോ, എനിക്ക് പഠിക്കണ കാലത്ത് 100% മാർക്ക് എനിക്ക് അതിനെ വെറുപ്പാണ്. എന്തതിന് കാരണം? കണക്കിൻ്റെ ആ ഭൗതികമായ സൗന്ദര്യം ഒരിക്കലെങ്കിലും അവർ കിട്ടിയില്ല എന്നുള്ളതാണ്. ആരൊക്കെയോ അല്ലെങ്കിൽ എന്തൊക്കെയോ നിർബന്ധിച്ച്, അതെ, ഇത് ബാഹ്യമായ സമ്മർദ്ദം കൊണ്ട് ഒന്നുകിൽ അച്ഛൻ്റെ, അമ്മയുടെ, അല്ലെങ്കിൽ അധ്യാപകന്റെ, അല്ലെങ്കിൽ അറിയാലോ കണക്ക് അധ്യാപനം കുട്ടികൾക്ക് ഭയങ്കര പേടിയാണ്. അങ്ങനെ പഠിച്ചാൽ മാത്രം ഒരു പാഷനായി മാറിയാൽ മാത്രമേ നിങ്ങൾ നേരത്തെ പറഞ്ഞ പാറ്റന്റും കണ്ടുപിടുത്തങ്ങളിലേക്കൊക്കെ എത്തുള്ളൂ. അതെ, അതെത്തണമെങ്കിൽ നമ്മൾ ഇന്ത്യക്കാരൻ അങ്ങനെ എത്തണമെങ്കിൽ ആദ്യമായിട്ട് നമ്മൾ വിദ്യാഭ്യാസം മാറണം. ഇന്നത്തെ ഈ പ്രജാവിദ്യാഭ്യാസം മാറി പൗരവിദ്യാഭ്യാസം, സിറ്റിസൺസ് എഡ്യൂക്കേഷൻ, അത് സിസ്റ്റം തന്നെ ഉണ്ടാക്കണം. അതായത് ഈ പ്രജയ്ക്ക് എന്താ വേണ്ട അറിയോ? നേരത്തെ പറഞ്ഞ യജമാന ഭക്തി, അനുസരണശീലം, സ്വന്തം സമൂഹത്തിനോടും. കുറെ കൂടി ക്ലാസ്സുകളൊക്കെ ജനാധിപത്യം ആക്കണം എന്ന് പറയുന്നുണ്ടെങ്കിലും ഇപ്പം അതെങ്ങനെ ഇതിലെങ്ങനെ നമുക്ക് ഈ പുട്ടുണ്ടാക്കണ ഒരു കുഴലും കുറ്റിയും അതിന്റെ കുടമൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കും, അതിൽ നമുക്ക് ആർക്കും ദോശ ഇടാൻ പറ്റില്ല. അതിന് വേറെ സാധനം സിസ്റ്റം സംഗതികളൊക്കെ തന്നെ മാറണം അല്ലേ? അതിന്റെ സോഫ്റ്റ്വെയർ മാറണം.
അതായത് ഈ അധ്യാപകന് സ്വാതന്ത്ര്യം കൊടുക്കണം, വിദ്യാർത്ഥിക്കും സ്വാതന്ത്ര്യം കൊടുക്കണം. ഇവരുടെ രണ്ടാരുടെയും സ്വാതന്ത്ര്യത്തിന് അവർ തമ്മിലുള്ള ഒരു ബന്ധത്തിലാണ് അവരുടെ സ്വാതന്ത്ര്യത്തിന് അതിരുകൾ നിശ്ചയിക്കേണ്ടത്, അല്ലാതെ മേലെന്നല്ല. ഈ അധ്യാപകന് കുട്ടികൾ പഠിക്കണമെന്നും ഇപ്പൊ അധ്യാപകനും പഠിച്ചാളൊന്നുമില്ല. അധ്യാപകൻ സിലബസ്, ഞാൻ എന്റെ സിലബസ് തീർത്തുക്കണം, കവർ ചെയ്തു എന്നുള്ള പറയണം. അത് ഇനി വേണമെങ്കിൽ ഒരു പരീക്ഷയും വെച്ചാൽ ഈ പരീക്ഷയും കൂടി അതോടുകൂടി അധ്യാപകൻ രക്ഷപ്പെട്ടു. ഇന്ന കുട്ടിക്ക് പരീക്ഷ എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ ഇപ്പം നമ്മുടെ പരീക്ഷയില് കുട്ടികളുടെ അല്ലെങ്കിൽ ഒരു മനുഷ്യന് ഒരുപാട് കഴിവുകളുണ്ടല്ലോ. ഇപ്പൊ നമ്മളിപ്പം സാധാരണ തന്നെ മൾട്ടിപ്പിൾ ഇന്റലിജൻസിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. അതിൽ പിന്നെ 9 അല്ലെങ്കിൽ 18 അങ്ങനെ 36 പറയാലോ കഴിവുകളെ. ഈ കഴിവുകൾ വളരെ കുറഞ്ഞ കഴിവുകൾ മാത്രല്ലേ അല്ല, അതായിക്കോട്ടെ. അല്ല, അതുപോലും അധ്യാപകന് അല്ലെങ്കിൽ സിസ്റ്റത്തിന് രക്ഷപ്പെടാൻ വേണ്ടി മാത്രമാണ്. അതായത് കുട്ടിക്ക് പഠിക്കാനല്ല, കുട്ടി പഠിക്കേണ്ടതില്ല. ഇതുണ്ടാക്കിയവരെ സംബന്ധിച്ചിടത്തോളം കുട്ടി പഠിക്കല്ല വേണ്ടത്. കുട്ടിക്ക് അടിമബോധം, പ്രജാബോധം, യജമാന ഭക്തി അതുണ്ടാക്കിയേ വേണ്ടുള്ളൂ. അതുണ്ട്. എന്ത് ബദലാ നിങ്ങൾക്ക് പറയാ? ഞാൻ പറഞ്ഞാൽ നിങ്ങൾ കേൾക്കുവോ? അല്ല, നിങ്ങൾ ചെയ്യോ? ഈ സംവിധാനത്തിനെ മാറ്റാൻ നിങ്ങൾ തയ്യാറുണ്ടോ? അതാണ് ചോദ്യം. അതാണ് ചോദ്യം. ഈ വെള്ളക്കാരൻ അവന്റെ ആ താല്പര്യത്തിനായിട്ട് ഉണ്ടാക്കിയ ഈ സംവിധാനം മാറ്റാൻ തയ്യാർ, ഒരു പ്രയാസമില്ല. എന്തേ വേണ്ടുള്ളൂ? എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് കൂടുതൽ വിളവുണ്ടാവുക എന്നതുപോലെ എന്തൊക്കെ ചെയ്യാതിരുന്നാലാണ് നമുക്ക് കൂടുതൽ കുട്ടികൾ പഠിക്കുക എന്ന് ഒന്ന് തലച്ചിരിഞ്ഞ് ചിന്തിച്ചാൽ മതി. അതിന് ഈ സംവിധാനങ്ങളാണ് ആദ്യം തകർക്കേണ്ടത്. ഇത് ഒരു അസ്വാതന്ത്ര്യത്തിൻ്റെ വിതരണമാണ്. സ്വാതന്ത്ര്യത്തിൻ്റെ വിതരണമാക്കണം. അധ്യാപകന് സ്വാതന്ത്ര്യം കൊടുക്കണം. അവന് ഇഷ്ടമുള്ളപ്പോൾ വന്നോട്ടെ, ഇഷ്ടമുള്ളപ്പോൾ പോയിക്കോട്ടെ. പക്ഷെ എന്ത് വേണം? ഈ സംഗതികളൊക്കെ എന്ത് വേണം? കുട്ടി പഠിക്കണം, അല്ലെങ്കിൽ കാശ് കൊടുക്കരുത്, അല്ലെങ്കിൽ പൈസ കൊടുക്കണ്ട്. എന്തിനാണ്? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ ഒരു പണിക്കാരനെ വെച്ചാല് വീട്ടില് പിന്നെ തെങ്ങ് കളക്കാൻ വെച്ചാ തെങ്ങ് കളച്ചാലല്ലേ പൈസ കൊടുക്കണ്ടുള്ളൂ. കുട്ടിയാണ് നോക്കേണ്ടത്. കുട്ടി പഠിച്ചോ, അവന് പൈസ കൊടുക്കി. നിന്റെ അഭിപ്രായത്തിൽ 10 ഇരട്ടി കൊടുത്തോ, ഇന്ന് കൊടുക്കുന്നതിന്റെ 10 ഇരട്ടി കൊടുത്തോ. പക്ഷെ പഠിച്ചാലേ കൊടുക്കാൻ പാടുള്ളൂ. പക്ഷെ കുട്ടിയെ ഇന്ന കാര്യം കഴിയുമ്പോഴേക്ക് ഏറ്റവും ചുരുങ്ങിയത് ചായ ഉണ്ടാക്കാനായും പഠിപ്പിക്കുക. അങ്ങനെ അടുക്കളയിൽ എന്തൊക്കെ ഉണ്ടോ അതൊക്കെ പഠിപ്പിക്കുക. പിന്നെ ഈ ഗണിതവും അതേപോലെ തന്നെ പിന്നെ മറ്റ് വിഷയങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ ഈ മിനിമം ഇന്ന സ്കില്ലുകൾ ജീവിതഗന്ധിയായ അതടക്കം ഇതൊന്നും വേണ്ടെന്നല്ല. എൻ്റെ അഭിപ്രായത്തിൽ ഇതിൻ്റെ ഒരു 10 ഇരട്ടി പഠിക്കാനും കുട്ടിക്ക് കഴിയും. അതിനുള്ള തലച്ചോറ് ആയിട്ടാണ് അവൻ ഇറങ്ങുന്നത്. അത് ശരിക്കും 10ാം ക്ലാസ് കഴിയുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവനൊരു സ്കില്ലും ഒരു 10ാം ക്ലാസ് കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് ഇറങ്ങുമ്പോൾ അവിടുത്തെ ഹെഡ് മാസ്റ്ററോട് അല്ലെങ്കിൽ മാഷോടോ ചോദിക്കും എൻ്റെ കുട്ടിക്ക് എന്ത് കഴിവാണുള്ളതെന്ന് വെച്ചാൽ കൈമാറുന്ന ഒന്നും പഠിപ്പിച്ചിട്ടില്ല. അവിടുന്ന് ഒന്നും പല്ല് തേക്കാൻ പോലും പഠിപ്പിച്ചിട്ടില്ല, നടക്കാൻ പഠിപ്പിച്ചിട്ടില്ല, പിന്നെ ഓടാൻ പഠിപ്പിച്ചിട്ടില്ല, ഇതൊന്നും പഠിപ്പിച്ചിട്ടില്ല. ഒരു വസ്ത്രം ഉണ്ടാക്കാനോ ഇങ്ങനെ അല്ലെങ്കിൽ കഴുകാനോ പ്ലേറ്റ് കഴുകാൻ പോലും പഠിപ്പിച്ചിട്ടില്ല. അത് പഠിപ്പിച്ചൂടെ? അതൊക്കെ പഠിപ്പിച്ച് അതിന് പുറമെ ഇതും കൂടി പഠിപ്പിക്കാനുള്ള പിന്നെ അസൈൻമെൻ്റാണ് അധ്യാപകന് കൊടുക്കേണ്ടത്. അത് കൊടുത്തില്ലെങ്കിൽ അവൻ പൈസയും കൊടുക്കരുത്. അതായത് കുട്ടി കണക്കിൽ മാർക്ക് വാങ്ങിയിട്ടില്ലെങ്കിൽ കുട്ടിക്ക് ഈ മാർക്ക് വാങ്ങൽ പോലും ഉണ്ടാക്കട്ടോ. കുട്ടി കണക്ക് അറിയില്ലെങ്കിൽ അധ്യാപകന് പൈസ കൊടുക്കരുത് എന്ന രീതിയിലായി അധ്യാപനം പഠിപ്പിക്കും. അപ്പോഴേ അധ്യാപനം പഠിപ്പിക്കുള്ളൂ. ഇപ്പൊ അവനെ സംബന്ധിച്ചിടത്തോളം ഒപ്പിട്ടാൽ മതി. ഇനി ഒപ്പിട്ട് കുറച്ചും കൂടി സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഹെഡ് മാഷാണെങ്കിൽ ക്ലാസ് പോയാൽ മതി. ക്ലാസ് പോയി ബാബാ ബാബാ എന്ന് എന്തെങ്കിലും കുറച്ചാൽ മതി. അതോടുകൂടി അയാൾക്ക് ശമ്പളം കിട്ടും. എന്തിന്? ഇത് സൂപ്പർവൈസ് ചെയ്യണ്. DPI സൂപ്പർവൈസ് ചെയ്താൽ കഴിയില്ല. അപ്പൊ എന്താണ്? സൂപ്പർവിഷൻ പ്രാദേശികമാക്കണം. അത് പഞ്ചായത്തിൽ അല്ലെങ്കിൽ അതിന് ചുറ്റുമുള്ള രക്ഷിതാക്കളും പിന്നെ ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അവിടെ ഉള്ള മോണിറ്ററിങ് മാത്രമേ വേണ്ടുള്ളൂ.
മോളിൽ നിന്നുള്ള സാധനം വേണ്ടില്ല. ഇതിപ്പോൾ എന്താ അറിയോ, പൈസ കിട്ടണമെങ്കിൽ ഒക്കെ അവിടുന്ന് വരണം. അപ്പോൾ അവർ തന്നെ തീരുമാനം അത് ഒഴിവാക്കി അതൊക്കെ പ്രാദേശികമാക്കി വരണം. ഒരു പ്രയാസമല്ല, വളരെ പെട്ടെന്നാവും. ഈ നോക്കിക്കോ, ഒരു 10 കൊല്ലം കൊണ്ട് 10 കൊല്ലം കൊണ്ട് ലോകത്തിൽ നമ്മളെ ഹ്യൂമൻ റിസോഴ്സസ് വിദ്യാഭ്യാസം നന്നായ ലോകത്തിൽ ഏറ്റവും മേലുള്ള രാജ്യം നമ്മളാവും. ഈ നേരത്തെ പറഞ്ഞ രാമാനുജനും അല്ലെങ്കിൽ രാമാനുജനെ ഉണ്ടാക്കിയ നമ്മളെ ഇന്ത്യക്ക് രാമാനുജന്മാരുണ്ടാക്കാൻ കഴിയും. മാഷിൻ്റെ സ്വപ്നങ്ങൾ, ആശയങ്ങൾ, പ്രകൃതിയോടിണങ്ങുന്ന രീതിയിലുള്ള ഒരു ജീവിതം, സുജീവനം, പ്രകൃതിയോടിണങ്ങുന്ന രീതിയിലുള്ള ഒരു വിദ്യാഭ്യാസം, ഒരുപാട് രാമാനുജന്മാരെ സൃഷ്ടിക്കാനുള്ള ഒരു ഉതകുന്ന തരത്തിലുള്ള ഒരു അനുയോജ്യമായ വിദ്യാഭ്യാസം, ഇതൊക്കെ ഇവിടെ പുലർന്ന് കാണട്ടെ. അതിനുവേണ്ടി നമ്മൾ ശ്രമിക്കുന്ന ആളുകളൊക്കെ അതിനുവേണ്ടി പരിശ്രമിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമുക്കിവിടെ അവസാനിപ്പിക്കാം. മാഷ് കുറച്ച് സമയമാണെങ്കിൽ കൂടെ ഈ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സംസാരിച്ചു. അതിനെല്ലാവിധ മിക്സ് ടോക്കിൻ്റെ എല്ലാവിധ ആശംസകളും നന്ദിയും അറിയിക്കാം.